ആദരണീയനായ പി.കെ. തോമസ് അച്ഛൻ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തെക്കാട്ട് കൂടുതലായിട്ട് റിട്രീറ്റിന് പുതിയ മോഹങ്ങളെയൊക്കെ കാണാൻ തക്കൊണ്ട് സാധിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവേള റിട്രീറ്റ് ഉദ്ദേശിക്കുന്ന ഒരു തിരിച്ചുവരവാണ്. ദൈവസന്നിധിയിലേക്ക് നാം സമർപ്പണത്തോടെ വിശുദ്ധിയോടെ ഈ ഓശാന പെരുന്നാളിൽ കൂടി ഉയർപ്പിൻ്റെ പെരുന്നാൾ വരെ സംബന്ധിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന മുഖാന്തരങ്ങളാണ് ഇടവേള റിട്രീറ്റ്. ഈ വർഷം പ്രത്യേകിച്ച് നമ്മുടെ സന്നിധിയിൽ കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, സെമിനാരിയിലെ വൈസ് പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട ബിജേഷ് അച്ഛനായിരുന്നു കഴിഞ്ഞ വർഷം റിട്രീറ്റ് നയിച്ചത്. ഈ വർഷം നമുക്ക് ബഹുമാനപ്പെട്ട പി.കെ. തോമസ് അച്ഛനാണ്. ഞാൻ അച്ഛനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തി, എന്നാലും ഒരിക്കൽ കൂടി ഇന്ന് പലരും പുതുമുഖങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. അച്ഛൻ കുണ്ട്ര സ്വദേശിയാണ്. പൊയ്യേൽ ഫാമിലിയിൽപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള പല കുണ്ട്ര സ്വദേശികളായ അവരുടെ സമീപവാസിയും അവരോട് വളരെ അടുത്ത പരിചയവും ബന്ധമുള്ള ഒരച്ഛനാണ് ബഹുമാനപ്പെട്ട പി.കെ. തോമസ് അച്ഛൻ. അച്ഛൻ കുണ്ട്ര സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് അച്ഛൻ തുമ്പോണാണ് താമസിക്കുന്നത്. കാരണം അച്ഛൻ്റെ കൊച്ചമ്മ തുമ്പോൺ സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നു. ഞാനും അച്ഛനുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ഞാൻ 1ാം വർഷം സെമിനാരി പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പി.കെ. തോമസ് അച്ഛൻ 2ാം വർഷവും, കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച നമ്മുടെ തിരുമേനി 3ാം വർഷവും, 4th ഇയറിൽ നൈനാനച്ഛനും, അങ്ങനെ 4 പേരും ഒരേ കാലഘട്ടത്തിൽ സെമിനാരി പഠിച്ച അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അച്ഛനെ സെമിനാരി പഠിക്കുന്ന നാൾ തൊട്ട് വളരെ അടുത്ത ബന്ധവും. ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ പട്ടം കുണ്ട്രയിൽ പോയി സംബന്ധിക്കുകയും ചെയ്ത് അന്ന് തൊട്ടുള്ളൊരു ആത്മബന്ധം ഞങ്ങളിലുണ്ട്. ഒരിക്കൽ പോയി കണ്ടുമുട്ടുവാനും പലപ്പോഴും ഫോണിൽ കൂടിയുള്ള ബന്ധമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കുവാനൊരു ഭാഗ്യം ലഭിച്ചത്. അച്ഛൻ ഇപ്പോൾ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു ദേവാലയത്തിലാണ് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. ഈ കടന്നു വന്ന എല്ലാവരുടെയും നാമത്തിലും ഈ ഇടവേള നാമത്തിലും അച്ഛനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഈ റിട്രീറ്റ് നയിക്കുവാൻ അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യും. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും ആദിവസിക്കാം. ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിട എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും ആദിവസിക്കാവന്ന ഉന്നത ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ വർഷത്തെ
കർത്താവിൻ്റെ പീഡാനുഭവ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ വഴിയും വാതിലും തുറന്നു തന്ന പരമകാരുണ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അനുവാദം തന്ന അഭിവന്യ യോസേബിയോസ് തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ ദേവാലയത്തിൽ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളോടും ഉള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും മുന്നമേ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ റിട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ദൈവിക നടത്തിപ്പ് എന്താണ് ഇന്നത്തെ റിട്രീറ്റിലൂടെ എന്ന് ഒന്ന് മനസ്സിലാക്കി കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യോടന്തം എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നത്, എന്നാൽ ദൈവം എന്താണ് ഒരുക്കിയിരിക്കുന്നത്, ഇത് രണ്ടും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് അനുഗ്രഹമായൊരു ശുശ്രൂഷയായിട്ട് നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് ക്ഷണിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ പുതുവിനെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ വായിക്കാം. 1 John chapter 2 verse 27. എല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ ദൈവവചനം വായിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് കാണാനായിട്ട് സാധിക്കും. അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്താണെന്നുള്ളത്. Hebrews chapter 2 verse 1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. അപ്പൊ എന്താണ് ഈ വചന ശുശ്രൂഷ ആ സമയത്ത് നടക്കുന്ന അപകടം എന്ന് ഇപ്പൊ മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? കേൾക്കുന്ന വചനത്തിന് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? നമുക്ക് ഒഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കൗൺസിലിങ് ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ ഭാരങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കാൻ നിന്ന് കൊടുക്കാറുണ്ട്. കൗൺസിലിംഗ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ ആരാധന കഴിഞ്ഞ് ഈ സങ്കടങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ പറയാൻ കടന്നു വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇന്നത്തെ വചന ശുശ്രൂഷ കഴിഞ്ഞ് എന്ത് കിട്ടി എന്ന് ചോദിക്കും. ഒരു മറുപടിയും ഇങ്ങോട്ട് ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് കൊടുത്തത് മുഴുവൻ എന്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു മുന്നറിയിപ്പ് തരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ അബദ്ധവശാൽ എന്നെ കാണാമെന്ന് ഞാൻ ചിലപ്പോൾ ഒന്ന് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് കാണാതെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇന്നതൊക്കെ കിട്ടിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒഴുക്കിക്കളയുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നും വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ഇതിനെ പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ റിട്രീറ്റ് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ഞാൻ ആമുഖമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ആൻറ്റി വായിച്ച ആ വചനം 1 John chapter 2 verse 27 ഇന്നോടൊന്ന് വായിച്ച്. ആ ആ ആ ആ ഇതാരാ പറഞ്ഞത്? ഇതാരാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ആരോടാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നമ്മുടെ കൈയുണ്ടല്ലോ അല്ലേ? ഈ വിരലിന് പറയുന്ന പേരെന്താ? ചൂണ്ടുവിരൽ. എന്തോ ഇതിന്റെ ഉദ്ദേശം? എല്ലാവരെയും ചൂണ്ടുക. യോഹന്നാൻ ശ്ലീഹ ഈ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടാണ്, നമ്മളെ എല്ലാവരുടെയും നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം
നിങ്ങൾ വസിക്കും. അപ്പൊ ആന്റി ഇപ്പോഴും വായിച്ചപ്പോൾ എൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ആന്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ നമുക്ക് നമ്മളുമായിട്ട് ഈ വചനത്തെ ഒന്ന് ബന്ധപ്പെടുത്തണം. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു മോഡിഫിക്കേഷൻ വരുത്തി ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റു പറയണം. ഓക്കെ, റെഡി? അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. ആരും എന്നെ ഉപദേശിക്കേണ്ടെന്ന് ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ എനിക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് എന്നെ ഉപദേശിച്ചതുപോലെ ഞാൻ അവനിൽ വസിപ്പി. തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞതിനകത്ത്. ഒരു വാക്കൊന്ന് തിരുത്തിയെന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി എത്ര വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നേ? 4 വിരൽ ഇങ്ങോട്ടാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വാക്കൊന്ന് തിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വേദഭാഗം മനസ്സിലായവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ ഒന്നും കൂടെ വായിച്ചു തരാം. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് വായിച്ച് ഇത്രയും നേരം. ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വായിച്ചു തരുന്നു. ഞാൻ വീണ്ടും ചോദിക്കും, മനസ്സിലായവര് കൈപൊക്കാണ്. അപ്പൊ കൈപൊക്കിയില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ മുമ്പോട്ട് പോയിട്ട് കാര്യം വല്ലതുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. മറ്റു ചിന്തകളെല്ലാം ഒന്ന് മനസ്സിൽ നിന്ന് മാറി. ഞാൻ വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളൊന്നുമല്ല. സെമിനാരിയിലെ അച്ഛൻ്റെ കൂടെ ഒരു സാധാരണ മനുഷ്യനായിട്ട് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് വലിയ അറിവും പാണ്ഡിത്യമൊന്നുമില്ല. എങ്കിലും ദൈവസന്നിധിയിൽ ഇന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കൂടി വരവ് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി വായിച്ചു തരാം, ഏറ്റു പറയണം. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. ആരും എന്നെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ എനിക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് എന്നെ ഉപദേശിച്ചതുപോലെ ഞാൻ അവനിൽ വസിപ്പി. ഇനി മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെന്ന് കൈ പൊക്കിക്കേ. അപ്പൊ അച്ഛാ എല്ലാവർക്കും മനസ്സിലായി. കാലുവാരു ആരല്ലേ? ഇപ്പൊ ഇലക്ഷനൊക്കെ നാട്ടിൽ നടക്കാൻ പോ, കാലുവാരന്റെ ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ 1-2 സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. ഉണ്ടോ ഇല്ലയോ? എന്തോ ഉണ്ടില്ലേ? ഉണ്ണാറായില്ല, കുഴക്കട്ട കഴിഞ്ഞതേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ? ഇല്ലാത്ത ആരും ഇല്ലല്ലോ. ഉണ്ടോ? എല്ലാവരിലും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഞാണ്ടോ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടുവന്ന് നിങ്ങളെന്നല്ല, ആരും എന്നെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഇപ്പൊ എന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? നിങ്ങളെന്തോ ഇപ്പൊ പറഞ്ഞത്? ആ പ്രശ്നമായല്ലോ, പ്രശ്നമായി. ആരും എന്നെ ഉപദേശിക്കേണ്ടെന്നാ? ആരും ഉപദേശിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? അവന്റെ അഭിഷേകം തന്നെ. ഏതാ അഭിഷേകം? ചുമ്മാ എല്ലാത്തിനും യേശു ദൈവം എന്നൊന്നും പറയരുത്. പരിശുദ്ധാത്മ ഉള്ളിലുണ്ടെന്നാ നിങ്ങൾ ആദ്യം പറഞ്ഞത്. എപ്പോഴതിനെ കിട്ടിയത്? മാമോദീസായിലൂടെ. അതുണ്ടെന്ന് ബോധ്യമുണ്ട്. അതുള്ളത് കൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ആരും എന്നെ ഉപദേശിക്കേണ്ടെന്ന്. പിന്നെ ആര് ഉപദേശിക്കും? അവന്റെ അഭിഷേകം തന്നെ സകലതും എനിക്ക് ഉപദേശിച്ചു തരികയാലും അതെന്തോ അല്ല. ഞങ്ങളൊക്കെ പറയുമ്പോൾ ഇച്ചിരി പൊടിപ്പും തമ്മിലും ഒക്കെ കയറ്റി നമ്മൾ പറയാറുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ അങ്ങനെ വല്ലതും ആണോ? അവൻ പറയുന്ന ഒന്നും ഭോഷ്കല്ല. പിന്നെ എന്താണ്? സത്യം തന്നെ ആയിരിക്കാലും അവൻ നമ്മളെ ഉപദേശിച്ചതുപോലെ നമ്മൾ അവനിൽ വസിപ്പിക്കും. അപ്പൊ ഈ വചനപ്രകാരം ഞാൻ വല്ലതും പറയണം? എന്തോ പറയുന്നു? പറയാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു, അച്ഛനൊന്നും പറയത്തില്ല. ഈ വചനപ്രകാരം 100% ഞാനിവിടെ ഞങ്ങൾ ആരും ഒന്നും പറയാൻ പാടില്ല, അല്ലേ? ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ഉപദേശം. പിള്ളേരൊക്കെ വന്നാൽ വീട്ടിലാണെങ്കിൽ 4 മണിക്ക് അങ്ങോട്ട് വന്നു കയറി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉപദേശം. അമേരിക്കയിൽ ആ കാര്യം ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ?
ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഒരു 3 ആഴ്ചത്തേക്ക് ഒന്ന് വന്ന് പല വീടുകളിലൊക്കെ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ സംഗതിയാണ്. മക്കളെ ഉപദേശിക്കുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ വീടുകളിൽ ഉപദേശം, അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നാലോ നാട്ടില് അയ്യോ ഉപദേശത്തിന്റെ മേളിൽ ഉപദേശമാണ്, മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഭാര്യ ഒരു ടീച്ചറാന്ന് പറഞ്ഞത് ഹയർ സെക്കൻഡറി. പിള്ളേർക്ക് വന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ഒരു 1/2 മണിക്കൂർ ടീച്ചർ കത്തിയാന്നാ പറയുന്നത്. അവർ പറയുന്ന വാക്ക് കത്തിയത്, എന്തോ ഉപദേശമാണ് കൊടുക്കുന്നത്. അപ്പം സ്കൂളിൽ ചെന്നാലും ഉപദേശം. എന്നാൽ അല്പം സമാധാനമായിട്ട് ഈ പള്ളിയിലെങ്ങാണോ ഒന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചാലോ സജീവച്ചൻ വിടുവോ? ഓ, ഉപദേശത്തോട് ഉപദേശം. പള്ളിയിൽ വന്നാലും അച്ഛന്മാർക്ക് വേറൊരു പണിയില്ല, ഉപദേശത്തോട് ഉപദേശം. പക്ഷെ അതിനെന്തോ പറയുന്നത്, ആരെയും പാടില്ല. ആരുപദേശിക്കണം? പരിശുദ്ധാത്മാവ് ഉപദേശിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് റിട്രീറ്റ് എടുക്കാതെ പറ്റത്തില്ലല്ലോ, എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ നിൽപ്പ് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ 1-2 കാര്യം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 14 and 15. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, പ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? പ്രസംഗിക്കാൻ ഒരാള് വേണം. പക്ഷെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ആരും പ്രസംഗിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു വൈരുദ്ധ്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അയക്കണം. ആർക്ക് വേണ്ടിയിട്ട്? യഥാർത്ഥ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അയക്കണം. ആരാ യഥാർത്ഥ പ്രസംഗം? ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ഈ സജീവച്ചനെയും ഈ നമ്മളോട് ആരെല്ലാം പ്രസംഗിക്കാൻ കടന്നു വരുന്നു അവരെ എല്ലാം അയക്കുന്നത് ആരാണ്? ഹോളി സ്പിരിറ്റ് ആണ്, അല്ലേ? അപ്പം ഹോളി സ്പിരിറ്റ് ആണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളെ പോലുള്ളവര് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നു, നിങ്ങൾ എങ്ങനെ ഇത് കേൾക്കുന്നത്? ഇതിലൂടെയാണ് കേൾക്കുന്നത്. അത് ചെവിയിലൂടെ കേൾക്കുന്നത് അറിയാം. പക്ഷെ ഇത് ഈ പറയുന്ന കാര്യം എങ്ങാണ്ടൂടാ നിങ്ങൾ കേൾക്കുന്നത്. എന്തോ ഇത് കേൾപ്പിക്കുന്ന ഒരു സ്പീക്കർ ഉണ്ടോ? ആ സ്പീക്കർ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എവിടെയിരിക്കുക? സ്പീക്കറിനെ കാണാൻ പറ്റുന്നില്ല, ഒരു ബോക്സേ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ അച്ഛാ? സ്പീക്കർ എവിടെ ഇരിക്കുക? അതിനും അകത്തായിരിക്കുന്നത്. അപ്പൊ സ്പീക്കർ ആഗ്രഹിക്കുന്നില്ല എന്നെ ആരും കാണരുത്. പിടികിട്ടിയോ? അപ്പൊ ആരാണ് പ്രസംഗിക്കുന്നത്? പരിശുദ്ധാത്മാവ്. ആരാണ് കേൾപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് അയക്കുന്ന വ്യക്തി. അതിനെ വേണേൽ നമുക്ക് സ്പീക്കർ എന്ന് പറയാം. അപ്പൊ എനിക്ക് ദൈവത്തെ പേടിയ, ദൈവവചനവും പേടിയ, സജീവച്ചനെയും പേടിയ. രണ്ടിന്റെ ഇടയ്ക്ക് ഞാനിപ്പോ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെയും പേടിക്കുന്നു, സജീവച്ചൻ റിട്രീറ്റ് എടുക്കാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഞാൻ ഇപ്പം ഈ ബോക്സിനകത്തോട്ടൊന്ന് കയറാൻ പോവാ. എന്തോ ആയിട്ട്? സ്പീക്കറായിട്ട്. അപ്പൊ ഇന്ന് ആരായിരിക്കും ഇവിടെ പ്രസംഗിക്കുന്നത്? പി.കെ. തോമസ് അച്ഛനല്ല. കേട്ടല്ലോ? ഇത് ധ്യാനം കഴിയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ആരോട് പോയി പരാതിപ്പെട്ടോണം? ഞാൻ പീലാത്തോസ് കൈ കഴിയാൻ തൊട്ട് കൈ ഇപ്പോഴേ കഴുകുക. പീലാത്തോസ് ദുഃഖവെള്ളിയാഴ്ചയെ കഴിയുള്ളൂ, ഞാൻ ഇപ്പോഴേ കഴുകാൻ പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവായിരിക്കുന്നത് ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന മുഴുവനും. അതുകൊണ്ട് കുണ്ട്രയിൽ നിന്നൊരച്ഛൻ വന്ന് എനിക്കിട്ടടിച്ചു, എനിക്കിട്ട് കൊട്ടി എന്നൊന്നും പറയരുത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ആയിരിക്കാം. ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പരിശുദ്ധാത്മാവ് എന്താണോ പ്രേരിപ്പിക്കുന്നത്. ഞാനിന്ന് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നിരുന്ന് ധ്യാനിച്ചപ്പം ഈ സന്ദേശങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ നിന്നെ അയക്കുന്നു, എനിക്ക് വേണ്ടി നീ നിൽക്കണം എന്നുള്ളൊരു സന്ദേശം. അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ആ വെളുപ്പിനെ 3 മണി തൊട്ടുള്ള സമയത്ത് ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോയതൊക്കെ ഒന്ന്
കുറിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാം കൂടെ നല്ല രുചികരമായൊരു ഭക്ഷണം പരിശുദ്ധാത്മാവിൽ നിന്ന് ആക്കി തരാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കും. ഒരു വേദഭാഗം കൂടെ ഞാൻ കൊണ്ടുവരുന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മനസ്സിലായ വേദപ്പാ? എന്തുകൂടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളെല്ലാവരും ആരുടെ? അവന്റെ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ കൈപ്പണിയാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല, ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ കൈപ്പണിയായി നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യുവാൻ വേണ്ടി സ്വർഗത്തിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ 7-ാം കടലിനക്കരയിൽ നിന്നും ഈ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവം പ്രോഗ്രാം ചെയ്ത പണികളുണ്ട്. അപ്പൊ അത് ഞാൻ കണ്ടെത്തി വേണം ഇവിടെ നിൽക്കാനായിട്ട്. പിടികിട്ടി? അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്, ദൈവമേ ഇന്ന് മുന്നൊരുക്കിയിരിക്കുന്ന ഈ അച്ഛനിലൂടെ ചെയ്യുവാൻ മുന്നൊരുക്കി. ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മുന്നൊരുക്കിയ പണി നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. സജീവച്ചന് മുന്നൊരുക്കിയ ശുശ്രൂഷ സജീവച്ചന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾ കണ്ടെത്തി വേണം ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ നിങ്ങളോട് തരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ശുശ്രൂഷയുടെ സമയത്ത് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ് ഇന്ന് റിട്രീറ്റ് എടുക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സംസാരം, ധ്യാനം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇത് രണ്ടും സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന ബാറ്ററിക്ക് എന്തോ വേണം? ചാർജ് വേണം. എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺസ് ഉണ്ട്, അതുപോലെ മറ്റേ ലാൻഡ് ഫോൺ ഉണ്ട്, കോർഡ്ലെസ് ഫോണൊക്കെ ഉണ്ട് അല്ലേ? നമുക്കറിയാം കോർഡ്ലെസ് ഫോൺ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താവും? ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ കൊണ്ടുവെക്കും? ബേസ് ചെയ്യാനായിട്ട് കൊണ്ടുവെക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. യേശുവേ, അങ്ങയുടെ രക്തത്തിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. കാരണം പിശാച് ബ്ലോക്ക് ചെയ്യുന്നത് ശുശ്രൂഷയെ കേട്ടോ. ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ രാത്രികളിലൊക്കെ. നിസ്സാരമായിട്ട് ഇതിനെ കരുതരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാ ഞാൻ പറയാം, ദൈവം മുന്നൊരുക്കിയ ഒരു ശുശ്രൂഷയാണിത്. അപ്പൊ ഈ കോർഡ്ലെസ് ഫോൺ തിരിച്ച് ബേസിൽ കൊണ്ട് വെച്ചെങ്കിൽ മാത്രമേ പിന്നെ എന്താകത്തുള്ളൂ? ചാർജ് ആകത്തുള്ളൂ. ചാർജ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും എന്തോ പോയിരിക്കുക? ചാർജ് പോയിരിക്കുക. നമുക്ക് ബേസിനകത്തൊന്ന് വെക്കാം. നമുക്ക് ചാർജ് പോയവർ ആരൊക്കെയാണെന്ന് അവരവർക്കറിയാം, നമുക്കറിയത്തില്ല. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഈ ചാർജ് പോയവരെല്ലാം കർത്താവെ, നിന്റെ ബേസിനകത്തോട്ട് ഞങ്ങളൊന്ന് വെക്കാൻ പോവുകയാണ്, ഞങ്ങളൊന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. നീ ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് തിരികെ തരണം. എന്നെങ്കിലേ ഈ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ പ്രോഗ്രാം ചെയ്ത പരിപാടി കാണാനും കേൾക്കാനും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും സാധിക്കും. നമുക്ക് തലകളെ ഒന്നുകൂടെ ഒന്ന് വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഈ ഇതുവരെ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ കാണുക നീ, എൻ്റെ കയ്യിൽ
ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ. ഒരിക്കൽ കൂടി പാട്ടിന്റെ ഈരടികൾ പാടാം. നമ്മളെ തന്നെ ബേസിൽ സമർപ്പിക്കുന്നു. റീചാർജ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നിന്റെ ശക്തി എൻ്റെ മേൽ ഈ സമയത്ത് പകരണമേ എന്ന് ഒരിക്കൽ കൂടി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിന്റെ ഈരടികൾ പാടാം. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നു ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നു ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ബേസിൽ നിന്ന് നമുക്ക് എടുക്കാം. ചാർജ് ആയിരിക്കുകയാണ്, മുമ്പോട്ട് പോകാൻ പോകുന്നു. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നമ്മളോട് സംസാരിക്കാൻ പോകുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഒരു പ്രത്യേക ചാനലിലേക്ക് ഒന്ന് ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റിന്റെ ചാനൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ സന്ദേശം കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ടി വിയിൽ ഒരുപാട് ചാനലുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ട്യൂൺ ചെയ്തെങ്കിൽ, ആ ചാനൽ ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക ചാനലിലാണ്. ആ ചാനൽ ട്യൂൺ ചെയ്യാൻ പോകുന്നു. അത് ട്യൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 40-ാം വെള്ളിയാഴ്ച കുർബാനയിൽ വന്ന് സംബന്ധിച്ചവരൊന്ന് കൈപൊക്കി. ആരൊക്കെ ഉണ്ടോയെന്നറിയാം, കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഞാനൊരു ചെറിയ ഒരു സന്ദേശം കൊടുക്കുകയുണ്ടായി. അതായത് ഈ
നമുക്ക് കാനോനികമായിട്ട് 5 നോമ്പുകളാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? ഫസ്റ്റ് ചെറിയ നോയമ്പ് ഏതാ? നിനിവ നോമ്പ്, പിന്നെ സ്ലീഹ നോമ്പ്, ശൂനോയ നോമ്പ്, എൽദോ നോമ്പ്, പിന്നെ ഇപ്പോഴത്തെ വലിയ നോമ്പ് അല്ലേ? ഈ ആദ്യത്തെ 4 നോയമ്പും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് അല്ലേ? വലിയ നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് എത്ര ദിവസം ഉള്ളതാണ്? 40-50 എന്ന് പറയും. എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ അല്ലേ? 40 ദിവസം കർത്താവ് നോമ്പെടുത്തതിന് എൻ്റെ സ്മരണയെ ഓർക്കുവാൻ വേണ്ടി നമ്മൾ 40 ദിവസം നോമ്പെടുക്കുന്നു. പിന്നെ വരുന്ന 10 days കർത്താവിൻ്റെ പീഡാനുഭവം. അപ്പം ഈ വലിയ നോമ്പിനകത്തൊരു ചെറിയ ബ്രേക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 40 ദിവസം നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ 10 ദിവസത്തേക്ക് പോകുന്നു. അപ്പം ഞാൻ ഇവിടെ കണ്ട ഒരു കാര്യം ഞാനിവിടെ പറയുകയുണ്ടായി. ഇങ്ങനെ ട്രസ്റ്റിയുടെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന സമയത്ത് സാധാരണ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ റോഡിലുണ്ടല്ലോ, ഈ പച്ച ലൈറ്റ്, ചുവന്ന ലൈറ്റ്, മഞ്ഞ ലൈറ്റ് ഒക്കെ. അത് കാണിക്കുന്ന സമയത്ത് അതനുസരിച്ച് നമ്മൾ നിർത്തണം, പോകണം, ഇതൊക്കെയാണ്. അതിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പോയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ അങ്കിൾ ഇങ്ങനെ റോഡിൽ ചവിട്ടി നിർത്തുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യത്തെ ചവിട്ട് കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും ലൈറ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എന്തോ, ഞാൻ പിന്നെ കുറച്ചുകൂടെ പിന്നെയും അടുത്ത് ചെന്നപ്പോൾ ലൈറ്റ് ഒന്നുമില്ല, അവിടെ എങ്ങനെ ചവിട്ടുന്നു ഓക്കെ. അപ്പോൾ ഞാനാണ് ചോദിച്ചത് എന്താ ഇവിടെ സിഗ്നലൊന്നും ഇല്ലാതെ ഇങ്ങനെ ചവിട്ടുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് ഇവിടെ വരാൻ സമയം പോയിരിക്കുക, പെട്ടെന്ന് വിടേണ്ടതാ, ചവിട്ട് വിടണ്ടായിരുന്നു. അപ്പോഴാ അദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാൽ അതേണ്ട അവിടെ സ്റ്റോപ്പ് എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് എവിടെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് നിർത്തണം, എന്നിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ എനിക്ക് വലിയ നോമ്പിൽ ഇതാ ഫീൽ ചെയ്തത്. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് പിന്നെ 10 ദിവസം മുമ്പോട്ടുള്ള യാത്ര. അപ്പോൾ എന്തിനാണ് ഈ സ്റ്റോപ്പ് കാണിച്ചിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി. പിന്നെ ഒരു ബിരുദൻ എന്നോട് ചോദിച്ചു, ഈ കർത്താവ് നോമ്പ് നോറ്റതിൻ്റെ ഉദ്ദേശം നമുക്കൊക്കെ അറിയാം, അത് സക്സസ് ആയി, അങ്ങനെയെങ്കിൽ പിന്നെയും നമ്മൾ ഈ നോമ്പ് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാൻ അന്നൊരു വേദഭാഗം പറഞ്ഞു. ഇന്ന് അച്ഛൻ അത് കുർബാനയിൽ പറയുകയുണ്ടായി. 1 Corinthians chapter 15 verse 57. യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇത് ആര് പറയുന്നു? പൗലോസ്ലീഹ പറയുകയാണ്. അപ്പൊ യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു മൂലം ആർക്ക് ജയം കിട്ടി? പൗലോസിന് ജയം കിട്ടി. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളെ കൊണ്ട് ഈ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പറയാനായിട്ട് പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഈ 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞിരിക്കുന്ന ഈ ദിവസം നമുക്ക് ആർക്ക് പറയാൻ പറ്റും, യേശു ക്രിസ്തു മൂലം എനിക്ക് ഇന്ന് ജയം ഉണ്ട്, ജയം കിട്ടി എന്ന് പറയാനായിട്ട് എത്ര പേർക്ക് കഴിയും? പൗലോസ്ലീഹയെ പോലെ പറ്റുമോ? ആരും കാണുവാൻ എനിക്കറിയത്തില്ല, പക്ഷെ പൗലോസ്ലീഹായ്ക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഈ ജയം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ജയിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ജയം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ഈ ജയത്തിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? നമ്മൾ അത് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മളൊന്ന് ആഴമായിട്ട് ഈ ധ്യാനത്തിന്റെ ഇടയിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ ചാനൽ ചെയ്യാൻ പോകുന്ന വിശുദ്ധ വേദഭാഗം വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. Revelation chapter 3 verse 21. തന്നെ ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചു തരാം. എല്ലാവരും അത് എന്നോടുകൂടി ഏറ്റു പറയണം. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പം ജയിക്കുന്നവർക്ക് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്നാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും അവസാനം ചൊല്ലുന്ന ഒരു പാരഗ്രാഫ് എന്തുവാ? പാപമോചനത്തിനുള്ള ഒരിക്കൽ മാത്രമാകുന്നതെന്ന് ഞങ്ങൾ
വരുവാനിരിക്കുന്ന പുതിയ ജീവനുമായി ഞങ്ങൾ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് എന്താ? വരുവാനിരിക്കുന്ന ഒരു ലോകം, ആ ലോകത്തിലൊരു പുതിയ ജീവൻ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യേശു മണവാളൻ നമ്മെ ചേർക്കുവാ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധി. അപ്പൊ യേശു മണവാളൻ എവിടെ വരും? നമ്മെ ചേർക്കുവാൻ എവിടെ വരും? മധ്യാകാശത്ത് വരും. ആ മധ്യാകാശത്ത് വരുന്ന യേശു തമ്പുരാൻ ആരെ ചേർക്കാന്? നമ്മെ ചേർക്കാനായിട്ട് വരും. അപ്പം കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ? യേശു മണവാളൻ മധ്യാകാശത്ത് വരും. ആരെ ചേർക്കുവാൻ? നമ്മെ ചേർക്കുവാൻ. നമ്മെ ചേർക്കാൻ വരുന്ന സമയത്ത് നമ്മൾ എന്തോ കൊടുക്കും? കൊടുക്കാൻ വല്ലതും ഉണ്ടോ? എന്തോ കൊടുക്കും? സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളുടെ ഭാര്യമാര് മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു വിടുവോ? എന്താ? റോസാപ്പൂ ആണോ? ഒന്നുമല്ല, നമ്മളെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ അല്ലേ, നമ്മള് പഴയതൊക്കെ അങ്ങ് മറന്നു പോകാതെ. കല്യാണ സാരി കൊടുത്തു വിടും, അത് അങ്ങ് പുഴുവഴിച്ചു പോകും, ചെതലൊക്കെ അരിച്ചു പോകും. എന്നാ ഒരു സാധനം നിങ്ങൾ നിർബന്ധമായിട്ട് പിടിച്ചു മേടിച്ചോണ്ട് ഇപ്പം കറക്റ്റ് കൊടുത്തു വിടത്തില്ലേ? അതങ്ങനെ മരിച്ചിട്ട് കണ്ടിട്ട് മരിക്കുമ്പോഴല്ലേ കൊടുത്തു, ഇപ്പൊ ചോദിച്ചാൽ എങ്ങനെയാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഈ അച്ചായനോട് ഞാൻ ചോദിച്ച ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ അച്ചായനൊരു ബിസിനസ്സുകാരനാ. അപ്പൊ അച്ചായൻ പറഞ്ഞു, എന്റെ അച്ഛൻ അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാലേ എനിക്കത് നഷ്ടോ. അതുകൊണ്ടാ ഞാൻ ചുംബനം. അപ്പൊ ഏത് കല്യാണം കഴിച്ച സ്ത്രീ ആണെങ്കിലും അവൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ കെട്ടിയ താലി കൊടുത്തു വിടണം, മസ്റ്റാണ്. അത് എത്ര പവനായാലും അത് കൊടുത്തു വിട്ടേ മതിയാവും. അപ്പൊ പറ, യേശു മണവാളൻ മധ്യാകാശത്തിൽ നമ്മെ എതിരേൽക്കാൻ വരുന്ന സമയത്ത് നമ്മൾ എന്തോ കൊടുക്കുന്നത്? എന്തോ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്? നമ്മളൊക്കെ പാടുക, മധ്യാകാശേ സ്വർഗീയ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ എനിക്കായി മോറി. മതി, ബാക്കി വേണ്ട. എന്തോ കൊടുക്കാൻ കയ്യിലുണ്ട്. ഒരു മുത്തം കൊടുക്കാനാ, ഒരു മുത്തം എന്റെ പൊന്നെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. കേട്ടോ? അത് കല്യാണം കഴിഞ്ഞ ആ ദിവസം ഒന്ന് ഓർത്ത് നോക്കി. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ കൊടുത്ത എന്താ? പള്ളി ഇരുന്നോണ്ട് അച്ഛനൊക്കെ പറയാം. എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യ ആദ്യം എനിക്ക് തന്നെ എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഇവിടെ ഒരു മുത്തം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. കൊടുത്തിട്ടില്ലേ? ഇല്ല, ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ. ഇപ്പോഴൊന്നും കൊടുക്കരുത്, ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കൊടുക്കണം. അത് അവിടെ കിടക്കും, എങ്ങും പോകത്തില്ല. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ യേശു മണവാളൻ മധ്യാകാശത്ത് വരുന്നു. ആരെ സ്വീകരിക്കുവാൻ? നമ്മെ സ്വീകരിക്കുവാൻ. അപ്പൊ നമുക്ക് എന്തോ കൊണ്ട് കൊടുക്കണം? മുത്തം കൊണ്ട് കൊടുക്കണം. അപ്പം എവിടം വരെ വരുത്തുള്ളു? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോണം. എങ്ങനെ പോകാൻ പറ്റും? ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിൽ അമേരിക്ക വരാൻ പ്ലെയിനകത്തൊക്കെ കയറിയാൽ മതി, ഇനി പറന്ന് വരും. പക്ഷെ ഇത് മേപ്പോട്ട് പോകാൻ പ്ലെയിൻ വല്ലതും ഉണ്ടോ? അപ്പൊ മേപ്പോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പറന്നെങ്കിലേ മേപ്പോട്ട് പോകാനായിട്ട്. അപ്പൊ പറക്കണമെങ്കിൽ എന്ത് വേണം? ചിറക് വേണം, അല്ലേ? അപ്പൊ നമ്മളെല്ലാം നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളവരാണല്ലോ, അല്ലേ? നമ്മളെല്ലാം പ്ലെയിനകത്ത് യാത്ര ചെയ്തിട്ടുള്ളവരുമാണ്. അപ്പൊ പ്ലെയിനകത്ത് കയറി പറക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. എന്തുവാ? ആദ്യം ഒരു ബോർഡിംഗ് പാസ് കിട്ടണം. ബോർഡിംഗ് പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ
അവിടെ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പാസ്പോർട്ട് ഉണ്ടോ, വിസ ഉണ്ടോ, NOC ഉണ്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അവിടെ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. ഞാൻ അച്ഛൻ്റെ ലെറ്റർ എടുത്ത് കാണിച്ചു. അത് പോരാ, ചോദിച്ചു എവിടെയാ അക്കോമഡേഷൻ. അപ്പൊ അതും എനിക്ക് അച്ഛൻ തലേ ദിവസം വിളിച്ചു തന്നു ആ കാര്യങ്ങൾ. അതും കാണിച്ചപ്പോഴത്തേക്ക് ഓക്കെ. അപ്പം എമിഗ്രേഷൻ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ പറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഒരു സുരക്ഷാ പരിശോധനയുണ്ട്, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അല്ലേ. ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയം, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെയെന്ന്. അപ്പൊ യേശു മണവാളൻ വരുന്ന ആ പിക്ചർ മനസ്സിലായല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്നും വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് കയറിപ്പോകണം. അപ്പം അങ്ങോട്ട് കയറിപ്പോകാനുള്ള ബോർഡിംഗ് പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിനകത്ത് പാസ്പോർട്ടും വിസയും നോ ഒബ്ജക്ഷൻ NOCയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള എയർപോർട്ടൊന്നും ഇല്ല. ഇവിടെ ഒരു പ്രത്യേക എയർപോർട്ടാണ് ഉള്ളത്. ഈ എയർപോർട്ടിൽ കൂടെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 1:12, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് ലോട്ടറി അടിച്ചെന്നാ പറയുന്നത്. എന്തോ സമ്മതിക്കൂ? പരീക്ഷ വല്ലതും ഉണ്ടോ? ലോഡ് കൂടുതൽ വല്ലതും ഉണ്ടോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നെക്സ്റ്റ്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ ഒരു തൊപ്പി കിട്ടും. അപ്പൊ യേശു മണവാളൻ മധ്യാകാശത്തിൽ വരുന്നു. മണവാട്ടി സഭ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ, ആ ചുംബനവും മേടിച്ചുകൊണ്ട് നമ്മളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് മണവറയിലോട്ട് പോയി ആദ്യം എന്തെടുത്ത് തരും? ഒരു കിരീടം എടുത്ത് അങ്ങോട്ട് തരും. അപ്പൊ ഈ കിരീടം കിട്ടണം, അവൻ നമ്മളെ സ്വീകരിക്കണം, സ്വീകരിക്കുന്നതിന് മുമ്പേ ചുംബനം കൊടുക്കണം. ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മൾ പരീക്ഷ പാസ്സാകണം. പാസ്സായോ? എത്രയോ 40-ാം വെള്ളിയാഴ്ചകൾ കടന്നിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ വിചാരം, എത്ര പേര് നോമ്പ് നോക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ 40-ാം വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, നാട്ടിലൊക്കെ ഈ നോമ്പ് 2 ഗ്രൂപ്പ് ആൾക്കാരായി നോമ്പിൽ ഉള്ളത്. ഒന്ന് നോമ്പ് നോക്കുന്നവർ. അറിയാവോ എങ്ങനെയാ നോമ്പ് നോക്കുക എന്നുള്ളത്? ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്, കൊച്ചുനാളിലൊക്കെ ഇങ്ങനെ പറമ്പി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ കൂടി ഇങ്ങനെ ജാഥ പോകും. അപ്പൊ ഞങ്ങൾ കളിയെല്ലാം ഇട്ടിട്ട് ഓടി വന്നിട്ട് ഈ കയ്യാല പുറത്ത് കയറിയിരിക്കും. എന്നൊന്നും അതിലൊന്നും ഇല്ല. എന്നൊന്നും കയറി ഇരുന്നിട്ട് ഇങ്ങനെ എത്തി കുത്തി നോക്കും, എന്തോ പോകുന്നതാ, ജാഥ ഇങ്ങനെ പോകുന്ന നോക്കും. പക്ഷെ നമ്മൾ ജാഥയ്ക്കകത്തുണ്ടോ? ഇല്ല. ജാഥ ഇങ്ങനെ പോകും. എല്ലാ വർഷവും 25 നോയമ്പോ 50 നോയമ്പോ ഒക്കെ ഇങ്ങനെ സഭ ഇങ്ങനെ വിടുന്നുണ്ട് റോഡിൽ കൂടെ. പക്ഷെ നമ്മളെല്ലാവരും കയ്യാല പുറത്തിരുന്നോണ്ട് ഇങ്ങനെ നോക്കും. നമ്മൾ നോക്കാറുണ്ട്. ഇതാണ് നമ്മുടെ നോമ്പ്. പക്ഷെ അതല്ല, വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ഈ നോമ്പ് എന്തുവാ? പിടിക്കുക എന്നാ പറയുന്നത്. എങ്ങനെയാ നോമ്പ് പിടിക്കണം? മാവുണ്ട കഴിച്ചിട്ടുണ്ടോ? കണ്ണാടി വെച്ച സഹോദരിയുടെ പേരെന്തോ? അത് തന്നെ, എന്തോ പേര്? ബീന. മാവുണ്ട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവർ യോഗി. അവള മാവുണ്ട ഒന്ന് അവലേസും. സോറി അവലേസും ഉണ്ടാ. ഓക്കെ. അപ്പൊ ഈ അവലേസും ഉണ്ടാ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ മാവുണ്ട. അതിന് മറ്റൊരു പേരാണ്. ഓക്കെ. അപ്പൊ ഈ മാവുണ്ട അരിപ്പൊടി ആയിരിക്കുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അവലേസ് പൊടിയാകുന്ന ഒരു കാലമുണ്ട്. അവലേസ് പൊടിയായാൽ മൗണ്ട് ആകുമോ? ഇല്ല. പിന്നെ ഇത് പാനിക്കകത്ത് ചേരുന്ന ഒരു കാലമുണ്ട്. അന്നേരം മൗണ്ട് ആയോ? പിന്നെ എപ്പോഴേ? വേറെ ആരും പറയല്ലേ എപ്പോഴേ മൗണ്ട് ആകുന്നത്? അത് കയ്യിലോട്ട് വരണം. ആ ഉരുളിക്കകത്തുനിന്ന് ഈ സാധനം കയ്യിലോട്ട് വന്ന് പിടിക്കുമ്പോഴാണ് ഇതെന്തോ ആകുന്നത്? മൗണ്ട്. അതുകൊണ്ടാ വടക്കര് പറയുന്നത് നോമ്പ് എന്ത് ചെയ്യണമെന്ന്? പിടിക്കണമെന്ന് പറയാം. നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ടോ?
കൂടിപ്പോയാൽ നമ്മൾ ഇച്ചിരി ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിക്കാതിരിക്കും. ചിലരാണെങ്കിൽ പാലും കൂടെ ഒന്നും ഒഴിവാക്കും. ഇതൊന്നും വേണ്ടെന്നല്ല നീ പറയുന്നത്. പക്ഷേ പരീക്ഷ പാസ്സായോ? 40 വെള്ളിയാഴ്ച കർത്താവ് പരീക്ഷ പാസ്സായി. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. ആ ജയം നമുക്ക് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ വർഷവും ഈ 40 നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ പരീക്ഷ പാസ്സായോ? ഇത് ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. പരീക്ഷ പാസ്സായില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ജയിക്കാതെ മേപ്പോട്ട് പോകാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഇത് ആഴമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നും ഈ പിശാച് ഈ ഒരു ബോധ്യം ഇന്ന് മനുഷ്യന് മറച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനും ഇന്ന് മനുഷ്യർക്ക് ആർക്കും നേരമില്ല, സമയമില്ല. ഈ ലോകത്തിന്റെ തത്രപ്പാടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ വിളിക്കപ്പെട്ടവരോ അനേകർ, ബാക്കി സിസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ. ഓ, ഞെട്ടിക്കണ്ടായി ആ ഒരു സന്ദേശം സിസ്റ്റർ. വിളിക്കപ്പെട്ടവരോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ. ഓ, ഈ അച്ഛനങ്ങൾ അതിനകത്താണ് കാണും എൻ്റെ സിസ്റ്റർ. ഒന്ന് കണ്ണുനീരോടൊന്നും പ്രാർത്ഥിക്കണേ ഈ 10 ദിവസം കേട്ടോ. ഈ മനുഷ്യനില്ലാതെ സിസ്റ്റർ അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ എടാ നാട്ടിൽ നിന്ന് വന്ന് വലിയ റിട്രീറ്റ് ഒക്കെ ആയിരുന്നു. പുള്ളി താഴെ കിടക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്ത് നടന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ താഴെ പോയാൽ അന്ന് നാണക്കേടാണ്. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, കയറി പോകുമോ ഇല്ലയോ. അപ്പൊ എന്ത് ചെയ്യണം? പരീക്ഷ എന്താ പറയുന്നത്? പരീക്ഷ, അതായത് പരീക്ഷ സഹിക്കണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകണം. പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ലാംഗ്വേജിൽ എങ്ങനെ പരീക്ഷ പാസ്സാകാൻ പറ്റും? വല്ലതും 2 അക്ഷരം പഠിക്കണം. ഇത്രയും നാളായിട്ട് വല്ലതും പഠിച്ചോ? സത്യം പള്ളി ഇരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. സന്തോഷമുണ്ട്. ഇത്രയും തുറന്നൊരു മനസ്സുള്ള ഒരു സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ വലിയ മസിൽ പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നവരാ പറഞ്ഞു. തുറന്ന് ആന്റി പറഞ്ഞു ഇതുവരെയായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇനി കുറച്ച് സമയങ്ങളുണ്ട്. നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 അക്ഷരം പഠിച്ചിട്ടൊന്ന് പോ. എന്താ? അപ്പൊ ഈ പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ വല്ലതും 2 അക്ഷരം പഠിക്കണം. ഈ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. കറക്റ്റ്, സിലബസ് അറിഞ്ഞിരിക്കണം. എന്നെങ്കിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, എന്നെങ്കിലേ എഴുതാൻ പറ്റത്തുള്ളൂ, എന്നെങ്കിലേ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഏതിന്റെ സിലബസ് നമുക്ക് അറിയേണ്ടുന്നത്? ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ജീവകിരീടം എനിക്ക് അവിടെ തരും. ആ ജയത്തിനുള്ള സിലബസ് അറിയണം. അറിയാമോ? ഇപ്പൊ അവസാനമായിട്ട് 7 മെത്രാശന്മാരെ വായിച്ച നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അവസാനമായിട്ട് 7 പേരെ വായിച്ച് അറിയാമല്ലോ. നമ്മുടെ സറാഫി തിരുമേനിയൊക്കെ ആ ഒരു ഗ്രൂപ്പ് എന്തോമ്മ അറിയാവുന്ന? ഓക്കെ, അറിയാം. അപ്പൊ ആ മെത്രാശന്മാരെ എല്ലാം നിങ്ങൾ വെളിക്കാരോടും പറയരുത്. ഇതൊരു തിരുമേനി പരസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ കേട്ടതെന്ന് പറയുമോ. ഈ തിരുമേനിമാരെ വേറെ ആരുമല്ല, ഏലിയാസ് തിരുമേനിയാണ് പറഞ്ഞത്. പരുമല പള്ളിയിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. അവര് ബിഷപ്പായതിനു ശേഷം സെപ്റ്റംബർ മാസം ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഈ സുശേഷ സംഘത്തിന്റെ ഞായറാഴ്ചയായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ സമാപനം പരുമലയിൽ വെള്ളിയാഴ്ച നടന്ന സമയത്ത് ഒരു ഹോളിഡേ ആയിരുന്നു. അന്ന് ഞാനും കുടുംബമായിട്ട് പോയി. പ്രത്യേകിച്ച് എനിക്ക് തിരുമേനിയുടെ പ്രസംഗം വലിയ ഇഷ്ടമാണ്. കാരണം ഉറങ്ങത്തില്ല. നമ്മളിങ്ങനെ ഉണർത്തി രസമൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ വെച്ച് തിരുമേനി പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ തിരുമേനി ഈ 7ന്റെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരെ ബിഷപ്പൊക്കെ ആക്കിയിട്ട് ഇവർക്ക് കൊടുക്കണ്ടേ ഒരു സാധനം, എന്തുവാ? ഭദ്രാസനം കൊടുക്കണ്ടേ? അപ്പോൾ ഈ ഭദ്രാസനം കൊടുക്കുന്നതിന്റെ തലേ ദിവസം ഒരു ചെറിയ വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. ഇന്നാക്കി ഇന്ന ഭദ്രാസനം, ഇന്നാക്കി ഇന്ന ഭദ്രാസനം. അപ്പൊ ഏലിയാസ് തിരുമേനിയെ കേട്ടു. ഏതാണെന്ന് പറയുന്നില്ല കേട്ടോ. ഇന്ന ഭദ്രാസനം എന്ന് തിരുമേനിയെ കേട്ടു. അപ്പൊ തിരുമേനിക്ക് ഒരു എന്താ ഫീൽ ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല. ഓക്കെ. പക്ഷെ പിറ്റേ ദിവസം ബാവായുടെ കൽപ്പന വന്നപ്പം ഒരു തിരിമറി ഉണ്ടായി. അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വീണതാണ് ഈ ഏലിയാസ് തിരുമേനിക്ക്. എന്തുവാ? ഏത് ഭദ്രാസനം? ബ്രഹ്മവാ ഭദ്രാസനം. അപ്പൊ നേരത്തെ കേട്ടത് വേറെ ആയിരുന്നു, പക്ഷെ വന്നപ്പം ഇതാണ്.
ഒരു ബിരുദൻ തിരുമേനിയോട് ചോദിച്ചു, ഏത് പോരാത്ത തിരുമേനി ചോദിച്ചു, തിരുമേനി ഇങ്ങനെ ഒരു അട്ടിമറി നടന്നപ്പോൾ തിരുമേനിക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചു. തിരുമേനി അവന് കൊടുത്ത മറുപടിയാണ് തിരുമേനി അവിടെ പറഞ്ഞത്. എടാ കുഞ്ഞെ, ഞാൻ ഇത്രയും നാളായിട്ട് തിയറി മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ, എനിക്കിപ്പം പ്രാക്ടിക്കലും കൂടെ പഠിക്കുവാനും പരിശീലിപ്പിക്കുവാനും ഉള്ള ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു. ബ്രഹ്മവാർ ഭദ്രാസനെ കുറിച്ച് വല്ലതും അറിയാമോ? ആകെ 1500 കുടുംബങ്ങളെ ആ ഭദ്രാസനത്തിലുള്ളൂ മൊത്തത്തിൽ. അതിൽ 200 കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസമുള്ളവര്, ബാക്കിയെല്ലാം കൃഷിക്കാർ. അപ്പം വല്ലതും കിട്ടൂ? എല്ലാം തടയും അവിടെ കാണാം, തടയും വെച്ചാൽ അവിടെ കാണാം, ഒരു രക്ഷയില്ല. അതുകൊണ്ടാ തിരുമേനി പറഞ്ഞത്, ഞാൻ ഇത്രയും നാളും തിയറിയെയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ എനിക്ക് പ്രാക്ടിക്കലും കൂടെ ചെയ്യാനൊരു അവസരം കിട്ടിയെന്ന് അവനൊരു മറുപടി കൊടുത്തായിരുന്നു തിരുമേനി പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയം ഈ മോളിലോട്ട് പോകാനുള്ള പരീക്ഷ പാസ്സാകാനായിട്ടുള്ള സിലബസ് വന്നപ്പോഴേ ഈ കാര്യം കയറി വന്നത് അല്ലേ. അപ്പം നമ്മുടെ ഈ സിലബസിന് രണ്ട് സിലബസാണ് ഉള്ളത് ഈ പരീക്ഷയ്ക്ക്. ഒന്ന് തിയറി പാർട്ടും മറ്റൊന്ന് പ്രാക്ടിക്കൽ പാർട്ടും. തിയറി നമുക്ക് എല്ലാവർക്കും അറിയാം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട്? 39. പുതിയ നിയമത്തിൽ 27 ടോട്ടൽ. അച്ഛൻ കണക്ക് പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും കൂടെ എത്ര ഉണ്ട്? 66. ഇതാണ് തിയറി. നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകും. മലയാളം അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് ബൈബിളുണ്ട്, അത് വായിക്കാനായിട്ട് പറ്റും. തിയറി മാത്രം പഠിച്ചാൽ ജയിക്കൂ? എന്തോ കൂടെ വേണം, പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടെ വേണം, എന്നെങ്കിലേ കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മേപ്പോട്ട് കയറിപ്പോവാനായിട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷ, അതിലും കൂടെ നമ്മൾ പാസ്സാകണം, എങ്കിൽ മാത്രമേ നമുക്ക് മേപ്പോട്ട് കയറിപ്പോവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് നമ്മൾ വായിച്ച 15:57 എന്തുവാ? യേശുക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ്ലീഹ പാടിയത്. ആ ജയം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ട പേപ്പർ എന്നറിഞ്ഞിട്ട് വേണം ഈ 40 നോമ്പിലേക്ക് നമ്മൾ കയറാനായിട്ട്. ഈ പേപ്പർ കണ്ടിട്ടാണോ കയറിയത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, നമ്മളൊരു തുറന്ന നമ്മളൊരു വേറെ ആരുമായിട്ടാണ് നമ്മളൊരു തുറന്ന മനസ്സിലായിരിക്കുന്നത്. നമുക്ക് അടുത്ത വർഷമെങ്കിലും നമുക്കൊരു ചേഞ്ച് ഉണ്ടാകണം, ഒരു റിസൾട്ട് കിട്ടും. യാതൊരു സംശയമില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേരെ ഇന്നിവിടെ വരുത്തുള്ളൂ. കാരണം ഇവർക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ, ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ, മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം നമ്മൾ യേശുക്രിസ്തു തരാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജയിച്ച ആ ജയം, നമ്മൾ പരാജയപ്പെട്ടതാണ് യേശുക്രിസ്തു. എന്തിനാ യേശുക്രിസ്തു ജയിച്ചെന്ന് അറിയാമോ? യാക്കോബ് ശ്ലീഹയുടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആകുവാൻ. കർത്തൃപ്രാർത്ഥന എല്ലാവർക്കും അറിയാമല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഒന്ന് ചൊല്ലിക്ക്, ഉറക്കെ ചൊല്ല്. നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും എന്നില്ല എന്താ സിസ്റ്ററെ പ്രാർത്ഥിച്ചത്? നീക്ക് കടവും ലാഭമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതെന്ന് പറഞ്ഞ എന്തോ? പരീക്ഷയിലേക്ക് ഞങ്ങളെ. യാക്കോബ് ശ്ലീഹ 1:12 എന്തോ പറഞ്ഞേ? എന്റെ സിസ്റ്റർ ആ കുഴഞ്ഞല്ലോ ഇപ്പൊ പ്രശ്നം. തുടങ്ങിയ സമയത്തും പ്രശ്നമായിരുന്നു, കാരണം ആരും ഉപദേശിക്കേണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, എന്നെ ഉപദേശിക്കാൻ ഇവിടെ പിടിച്ചു നിർത്തി. ഇപ്പൊ നേണ്ട യാക്കോബ് ശ്ലീഹ പറയുന്നു, പരീക്ഷ സഹിച്ചെങ്കിലേ നീ അങ്ങനെയാണ് നോക്കെ, പരീക്ഷ സഹിച്ച് നീ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം നിനക്ക് ജീവകിരീടം തരാവുന്നതാണ്. പക്ഷെ കർത്താവ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന എന്തു വെച്ചാ, ഇതുവല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത്. അപ്പൊ എന്തിനായിരിക്കണം കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് അത് ഈ ഒരു പീസും കൂടെ കയറ്റി വെച്ചത്?
പരീക്ഷാ ഹാളിൽ നമ്മൾ കയറിയാൽ അമ്പേ പരാജയപ്പെട്ടു പോകും. ഇത് ആർക്കറിയാം? അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രാർത്ഥനയിൽ ഈ പീസ് കൂടെ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ജയം തരാൻ വേണ്ടി കർത്താവ് പരീക്ഷാ ഹാളിലേക്ക് പോയത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ 40 ദിവസം ഇപ്പം കേരളത്തിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഗൾഫ് പോലെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴവർ ബിരുദനോട് ചോദിച്ചേ, ഈ നോമ്പൊക്കെ ഇതൊന്ന് മാറ്റി വെക്കേണ്ട, ഇച്ചിരി കൊണ്ടൊക്കെ മഴ പെയ്യുന്ന സമയത്താണ് പിന്നെ ഒരു തണുപ്പും കുളിർമയൊക്കെ ഉണ്ട്. ഇത് ചുട്ടുപൊലിക്കുന്ന വെയിലത്ത് ഫാസ്റ്റിങ് ഒരു സൈഡിൽ കൂടെ, പിന്നെ ഇച്ചിരി പുളിച്ചാറ് അകത്തുന്നില്ലെങ്കിൽ വയറ്റിന് അതും തരുന്നില്ല. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഉടുമ്പരി നയിക്കുന്ന ഒരു വീട്ടിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ടാ കർത്താവ് ജയിച്ചിട്ട് ആ ജയം തന്റെ കൈ പിടിച്ചോണ്ടിരിക്കുക. ആർക്ക് തരാൻ വേണ്ടിയിട്ട്? മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിച്ചു പോയ പോക്ക എപ്പം വീണെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ജയിച്ച് നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന ജയം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരാജയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. എൻ്റെ വീട്ടിൽ നാട്ടിലെ വാച്ചായി, ഇപ്പോഴും സമയം മാറ്റിയിട്ടില്ല, മനസ്സ് മുഴുവനും അവിടെ തന്നെ. എന്താ സമയം ഇപ്പം? കറക്റ്റ് 11. നമുക്കൊരു 12-12:30 വരെ പോകാമല്ലോ അല്ലേ? പെട്ടെന്ന് നിർത്താം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, പ്രാർത്ഥനയോട് നമുക്ക് തുടരാം. അപ്പൊ നമുക്ക് ഈ എവിടെയാണ് പരാജയപ്പെട്ടത്, ആരാണ് പരാജയപ്പെട്ടത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ, തിയറി പാർട്ടുണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അതിൻ്റെ അവസാനം തിയറിയായ റെവലേഷനിൽ നമുക്ക് കൊണ്ടുവന്ന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സംഗതി നമുക്കറിയാമല്ലോ അല്ലേ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന് നമുക്ക് പോകണം. തീർന്നു. അപ്പൊ യഹോവയെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ കഥയാ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മളെയൊക്കെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുവാ? നിലത്തെ മണ്ണ് കുഴച്ചിട്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി. അന്നേരം അത് എന്തോ ആയി? ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ദൈവം ഭൂമിയിലെ മണ്ണ് കുഴച്ച് മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കി. അന്നേരം എന്തോ ആയി? പറഞ്ഞോ? ഒരു സ്റ്റാച്യു ആയി. ജീവനുണ്ടോ? പിന്നെ എന്ത് ചെയ്തു? മൂക്കിലേക്ക് ജീവശ്വാസം പുതിയ സമയത്ത് അതെന്തോ ആയി തീർന്നു? ജീവനുള്ള ദേഹി. അവൻ ആരായി? മനുഷ്യൻ. അവന്റെ പേരെന്താണ്? ആദാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആണുങ്ങളോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദാം ആദ്യം കണ്ടത് ആരെയാണ്? ഇവരോട് സമ്മതിക്കത്തില്ലല്ലോ. സ്നേഹം കൊണ്ടോ കേട്ടോ? ആദ്യം കണ്ടത് ആരെയാണ്? കറക്റ്റ് ആൻസർ, ദൈവത്തെയാണ് കണ്ടത്. നിങ്ങളും ഉണ്ടല്ലേ, ഇവർക്ക് ഇട്ടൊരു പണി കൊടുത്തേ. ഇനി നമ്മളെ സൃഷ്ടിച്ച കഥ അറിയാമല്ലോ അല്ലേ? അപ്പൊ ദൈവം ആദ്യം ഈ സൃഷ്ടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉൽപ്പത്തി 2:18 വായിച്ച ആദ്യം, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ താഴോട്ട് പോകാനായിട്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. അപ്പം തക്കതായ തുണയെ ദൈവം ഉടനെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തോ? ഇല്ല. ആദാമിനൊരു പണി കൊടുത്തു. അതെന്താ? 2-ാം അധ്യായത്തിന്റെ 19 മുതലൊന്ന് വായിച്ചേ. അവിടെ നിൽക്കട്ടെ. ദൈവം എന്തോ ആദാമിനെ ഏൽപ്പിച്ചത്? എല്ലാ മൃഗങ്ങൾക്കും. പക്ഷെ പേരിടീലിന്റെ ഇടയിൽ പുള്ളിയുടെ പണി എന്തുവായിരുന്നു? എന്തോ സെർച്ചിങ്. അമ്മാമ്മയുടെ പേരെന്തോ? അമ്മാമേ മേരി. അമ്മാമേ
പുള്ളി സെർച്ച് ചെയ്ത് അതിനകത്തു നിന്ന് ഒന്നിനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായി പോയനെ. മനസ്സിലായോ? ഓക്കെ. ഏതായാലും ദൈവത്തിന്റെ വലിയ കൃപ. ഇല്ലെങ്കിൽ അമേരിക്ക കാണാൻ പറ്റുമായിരുന്നു അമ്മാവനെ. ഓക്കെ. എന്നിട്ട് സെർച്ച് ചെയ്തു, ഏതായാലും കിട്ടിയില്ല. ഇനി താഴോട്ട് വായിച്ചേ. ഹവ്വായെ സൃഷ്ടിച്ച കാര്യം നോക്കി. സൂക്ഷിക്കണം കേട്ടോ. ഈ ഉറക്കം ഒരു പകുതിയൊക്കെ ഉറങ്ങാവൂ, പൂർണ്ണമായിട്ടും അടിച്ചോണ്ട് പോകും കേട്ടോ. ഓക്കെ. ഓക്കെ, മതി. നിങ്ങൾ ആരും മിണ്ടരുത്. മിണ്ടരുത്. ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദാം ആദ്യം കണ്ടത് ആരെയാന്നാ പറഞ്ഞത്? ദൈവത്തെ. ഇനിയും ഹവ്വായെ സൃഷ്ടിച്ചതിന് ശേഷം ഹവ്വ ആദ്യം കണ്ടത് ആരെയായിരിക്കണം? പറഞ്ഞോ? ആദമിനെ അല്ലേ? എന്തോ? ആദമിനെ. ഇവിടെയാണ് പ്രശ്നം. ഇന്നോടൊന്ന് വായിച്ചേ അത്. ഇനിയും പറ. ഹവ്വായെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഹവ്വ ആദ്യം കണ്ടത് ആരെയാ? നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം എന്തോ? മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞു. ആദാമിനെ സൃഷ്ടിച്ചു. ആദാം ആദ്യം ആരെ കണ്ടു? ഹവ്വായെ സൃഷ്ടിച്ചു. ഹവ്വ ആദ്യം ആരെയും കണ്ടു? ഇതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം ചാപ്റ്റർ 62 ആണെന്ന് തോന്നുന്നു, വേഴ്സ് 5 നോക്കിക്കേ. യെശയ്യാവ് 62:5. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വേഴ്സിനകത്തുനിന്നേ ഉത്തരം പറയാം, വേറെ ഒന്നും കയറി പറയരുതേ. എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിക്കുന്നത് സന്താന പുഷ്ടി. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നിന്നോണ്ട് വേണം ഉത്തരം തരാനും. ഒന്നുകൂടെ വായിച്ചേ. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഞാൻ സാറിന് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇരിക്കുന്ന പിള്ളേർ ചോദിക്കുക എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന്. പറ, ഈ വേദഭാഗത്തിനകത്തു നിന്ന് പറ, എന്തിനാ കല്യാണം കഴിച്ചത്? സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. സത്യമാണ്. ഇപ്പൊ അതുണ്ടോ? കൃഷ്ണനോടല്ല, കല്യാണം കഴിച്ചവരോടാണ് ചോദിച്ചത്. ഇപ്പൊ അതുണ്ടോ? ഉണ്ടോ? മിണ്ടുന്നില്ല സിസ്റ്റർ. 100% ഉണ്ടോന്നുള്ളവരെന്ന് പറയാം. ആണ്ടോ ഒരമ്മാവ് പറഞ്ഞു, എൻ്റെ അച്ഛ 100 പോയിട്ട് 50 പോയിട്ട്. കറക്റ്റ്. അതിന്റെ കാരണം ഉണ്ടോ? പക്ഷെ എന്താ അത് ഉണ്ടാക്കി എടുക്കുന്നതിന് മുമ്പ് എന്താ അത് ഉണ്ടാകാത്തതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടി. ഉണ്ടാക്കി എടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, നല്ല കാര്യം. ഉണ്ടാക്കി എടുത്തതിന്റെ ഒരു പറ്റത്തുണ്ട്, പക്ഷെ ഉണ്ടാകാത്തതിന്റെ കാരണം കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആ യേശുക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജയിച്ചത് നമ്മൾ പരാജയപ്പെട്ട വിഷയത്തിലാണ്. അപ്പൊ ആ പരാജയം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിക്കേ, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അപ്പൊ ഇവിടെ ആദ്യം ആരൊക്കെയാ സന്തോഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ വചനത്തിനകത്ത് നിന്നേ സംസാരിക്കാവേ. ഇവിടെ ആദ്യം ആരൊക്കെയാ അതിന്റെ ഓർഡർ എന്ന് പറയണം. ആരൊക്കെ സന്തോഷിക്കണം? ആദ്യം ഒരാളെന്ന് പറഞ്ഞു, ഭർത്താവ് ഭാര്യ. അതാ മോളെ കുഴപ്പം. ആരാ പറഞ്ഞു? മോളല്ലേ? ആരാ? മോമയാണ്. സോറി, ശബ്ദമേ കേട്ടുള്ളൂ. ആ വചനത്തിനകത്ത് മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്റെ. ആദ്യം ആരൊക്കെ സന്തോഷിക്കണം പറഞ്ഞോ? ശരിയായില്ല, ശരിയോടെ. കറക്റ്റ്. ആദ്യം മണവാളനും ദൈവവുമായിട്ടൊന്ന് സന്തോഷിക്കണം.
മണവാട്ടിയും ദൈവവുമായിട്ടൊന്ന് സന്തോഷിക്കണം. ദൈവം എടുത്ത് മണവാളിനെയും മണവാട്ടിയും കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിക്കാം. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ തലമുറകളിലോട്ട് നോക്കി, പ്രത്യേകിച്ച് അമേരിക്കൻ കൾച്ചർ, എന്നോട് ക്ഷമിക്കണം, ദൈവം എടുത്തു കൊടുക്കുന്ന സമയത്താണോ ഈ സന്തോഷം തുടങ്ങുന്നത്? ധൈര്യമായിട്ട് പറയാൻ അമ്മച്ചി. അമ്മച്ചി, ഇത് കേരളത്തിൽ അമേരിക്കയുടെ ഒരു പതിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി പറയുകയാണ്. അനേകം കുടുംബം ജീവിതം ഒരു 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 ശതമാനം പോലുമില്ല നാട്ടിൽ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നത്തിന്റെ മേൽ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന്റെ കാരണം ഞാനിങ്ങനെ തപ്പി പോവും. ആരെന്റെ മുമ്പിൽ വന്നാലും ഞാനിങ്ങനെ പോവും. അതുകൊണ്ട് എന്റെ മുമ്പിലൊന്നും വരരുത്, ഞാൻ ഇങ്ങനെ പോയി റൂട്ട് കണ്ടുപിടിക്കും. അവസാനം റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ സന്തോഷക്കുറവിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം സന്തോഷിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റു പല സന്തോഷങ്ങളിലും വീണു പോയിട്ടുണ്ട്. പഴയ കാലമൊന്നുമല്ല എൻ്റെ അപ്പച്ച. പണ്ടൊക്കെ എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, താൻ അടങ്ങി തൻ്റെ കുലം അടങ്ങിയൊക്കെ വേണം. ഇത് വല്ലതും പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മുടെ നാട് അതപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ഔട്ട്സൈഡ് ബാംഗ്ലൂരിലൂടെ പോകുന്ന കുഞ്ഞുങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പരിശുദ്ധിയായ മോളെ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പം കുടുംബജീവിതം തുടങ്ങുന്ന എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? സന്തോഷിക്കാനായിട്ടാണ്. ഇവിടെ സന്തോഷിക്കാൻ ഒന്നും കയ്യിലില്ല, എല്ലാം നേരത്തെ കൊടുത്തു പോയി. അതാ ഞാൻ ചോദിച്ചത്, ആദാം സൃഷ്ടിച്ചു കഴിഞ്ഞ ആദാം ആദ്യം കണ്ടത് ആരെയാ? ഹവ്വായെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഹവ്വ ആദ്യം കണ്ടത് ആരെയാ? എന്നിട്ടാണ് ആദാമിന്റെ അടുത്ത്, ഇല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? എഴുതാപ്പോ നമ്മളൊന്നും വായിക്കരുത്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ കുറച്ച് ക്ഷമയും സഹിഷ്ണുതയൊക്കെ ഉള്ളവരാണ്. നിങ്ങളൊക്കെ വളർന്ന കാലത്ത്. ഇന്നത്തെ തലമുറ നേരെ വ്യത്യസ്തമാണ്. മാധ്യമങ്ങളുടെ സ്വാധീനങ്ങളും മറ്റും അവരെ ആ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പള്ളിയിൽ ഇതിന് സ്ട്രെസ് കൊടുത്തോണ്ടാണ് ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ഭാഗം വായിച്ചിട്ട് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. കാരണം ഇങ്ങോട്ട് വിളിച്ചു നിർത്തി മൗത്തമൊക്കെ അവളോട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വചനത്തിലൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമ്മളാരുമല്ല, നമ്മളൊന്നുമല്ല. ഞാൻ മണിക്കൂറിലെടുത്ത ഓരോ കുർബാനയിലും ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം അത്രയും ഒരു ചേഞ്ച് പരിശുദ്ധാത്മാ വ്യക്തിയിൽ വരുത്തി ഞാൻ പറയും. അപ്പം അതുകൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടിൽ പോകുന്നില്ല. അപ്പം ഹവ്വായെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19 നമ്മൾ വായിച്ചല്ലോ. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആ ഓക്കെ, ഇത് ആരോടാ ദൈവം പറഞ്ഞത്? ആരോടൊക്കെയാ പറഞ്ഞത്? പറ. ഹവ്വായോട് പറഞ്ഞു? അവരോട് പറഞ്ഞില്ല. ആദമിനോടാ പറഞ്ഞത്. ആദമിനെ കൊണ്ടുപോയി തോട്ടത്തിലാക്കി എല്ലാ അധികാരങ്ങളും അവകാശവും കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു, മോനെ, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. നമ്മളിപ്പം അന്വേഷിച്ചു പോകുന്നത് എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്, എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് അറിഞ്ഞിട്ട് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാഞ്ചിക്കണം. ഈ 40 നോമ്പ് കഴിഞ്ഞ് രക്ഷയില്ല. അടുത്ത വർഷമെങ്കിലും ഈ 40 നോമ്പിലൂടെ നമുക്കിതിന് മേടിക്കണം ഈ റിസൾട്ട്, ഈ ജയം. അപ്പൊ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കിടക്കാം. ഈ പരാജയം സംഭവിച്ചതല്ല. 3-ാം അധ്യായത്തിന്റെ ഒന്നോട്ട് വായിച്ചു. അപ്പം സാത്താൻ വന്ന് ആരോടാ ആദ്യം ഇടപെട്ടത്?
കേട്ടോ. ആരോട് ഇടപെട്ടത്? സ്ത്രീയോടാണ് ഇടപെട്ടത്. എങ്ങനെയായിരുന്നു ഇടപെടിയിൽ? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്. എന്തുവാ ചോദിച്ചത് പിശാച്? ഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നെക്സ്റ്റ്. ആ ആ ആ ഇവളോട് ആര് പറഞ്ഞത്? കയറി പറയാൻ? ആദാം. ദൈവം ആരോടാ ഇത് പറഞ്ഞത്? ഇവളോട് വല്ലതും പറഞ്ഞു? പക്ഷെ ഇവിടെ ആക്ച്വലി ആ പിശാച് വന്ന് ചോദിച്ച സമയത്ത് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? അച്ഛൻ്റെ അഭിപ്രായം എന്താ? ചെന്നിട്ടേ അവിടെ നിൽക്കേ, ഞാൻ പോയൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയണം. വീട്ടിലെ ആണുങ്ങൾ വേണം. ഒരു ചെറിയ സംഭവം പറയാം. എൻ്റെ നാട്ടില് പൊയ്യയിൽ കുടുംബമാണെന്ന് പറഞ്ഞല്ലോ. പഴയ കാലത്ത് ഞാനൊക്കെ നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ ഒരു ചാക്കോ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അറിയാമായിരിക്കുമല്ലോ, പൊയ്യയിൽ. അപ്പൊ അദ്ദേഹം ഒരു മധ്യസ്ഥനാണ്. പഴയ കാലത്ത് ഈ പോലീസ് സ്റ്റേഷന്റെ ഉപയോഗമൊന്നും വലുതായിട്ടില്ലായിരുന്നു. നാട്ടിൽ ഏത് പ്രശ്നം വന്നാലും ചാക്കോ സാറിന്റെ വീട്ടിലായിരുന്നു മധ്യസ്ഥ. പള്ളിയിലൊക്കെ ആണെങ്കിൽ പൊതുയോഗത്തിലും കമ്മിറ്റിയിലും എല്ലാവരും അഭിപ്രായം പറഞ്ഞ അവസാനം ചാക്കോ സാറിന്റെ അഭിപ്രായം ഇല്ലേ, ഇവർക്കൊക്കെ അറിയാം, അന്ന് പാസ്സാകും, മരിച്ചുപോയി. അപ്പോൾ ഒരു ദിവസം ചാക്കോ സാറ് ഇങ്ങനെ രാവിലെ പുറത്തേക്ക് ഇറങ്ങി, ഭാര്യ വീട്ടിലുണ്ട്. അപ്പം ഒരു മനുഷ്യൻ ചാക്കോ സാറിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്തിനാ അറിയാം, വിത്ത് മേടിക്കാൻ. അവിടെ നിന്ന് ഇങ്ങനെ വിത്ത് കൊടുക്കും കൃഷി ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് കതവേ മുട്ടി അമ്മച്ചി ഇറങ്ങി വന്നു. എന്താടോ വന്നേന്ന് ചോദിച്ചു. വിത്ത് വേണം എന്ന് പറഞ്ഞു. എടുത്ത ഭായിലേ പറഞ്ഞു വിത്തില്ലെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ തിരികെ അങ്ങ് പോയി. അങ്ങോട്ട് പോകുന്നേരമാണ് ചാക്കോ സാറ് രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരും. അന്നേരം ചോദിച്ചിടോ താനവിടെ പോയി? വീട്ടിൽ വരെ വന്ന്. എന്തോ വിശേഷം? ഇച്ചിരി വിത്ത് എടുക്കാൻ. എന്നിട്ട് എന്താ പറഞ്ഞു അവള്? വിത്തില്ലെന്ന് പറഞ്ഞു. താൻ വാ. വിളിച്ച് തിരുത്തരടി ഇവന് ഇച്ചിരി കുടിക്കാൻ കൊടുക്കെന്ന് പറഞ്ഞ് കുടിക്കാൻ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞിടോ വിത്തില്ല. എടോ വിത്തില്ല. അല്ല, മനസ്സിലായി? എന്തോ മനസ്സിലായി? വിത്തുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാ? അവളല്ല, ഞാനാണ്, അതോറിറ്റി. സംഭവം സമ്മതിച്ചെടുത്തല്ലോ കേട്ടോ. നിങ്ങൾ പള്ളിയിൽ പോയി പറയാം, പള്ളിയിൽ നിന്നാണ്ടാ പറയുന്നത് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് ആദാമിനോട് ചോദിക്കണമായിരുന്നു. ചോദിച്ചോ? ഇല്ല. ഇനിയും ഇവിടെ കൊടുത്ത മറുപടി ഉത്തരം ശരിയാണോ തെറ്റാണോ? രണ്ട് ഗ്രൂപ്പായി പോയി. ഉത്തരം തെറ്റാണെന്നായി, ഉത്തരം ശരിയാ. ഒരു മോഡറേറ്റർ വേണമല്ലോ ഇതിപ്പോ സോൾവ് ചെയ്യണമെങ്കിൽ. എന്റെ ചോദ്യം, ഇവള് പാമ്പിന് കൊടുത്ത ഉത്തരം ശരിയാണോ തെറ്റാണോ? എന്തോ ശരിയാണോ? എന്തോ വായിച്ചു നോക്കിട്ട് പറ. ആ ആ അല്ല, അവള് പറഞ്ഞ ഉത്തരം ചോദിച്ചത്. അവള് പറഞ്ഞത് ശരിയല്ലെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ അഭിപ്രായം ഈ പറഞ്ഞ സെന്റൻസിനകത്ത് തെറ്റുമല്ലോ ഉണ്ടോ? അവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ആണുങ്ങളാ മറുപടി ആ രീതിയിൽ അവള് പറഞ്ഞത് തെറ്റ്. അതല്ല ഞാൻ ചോദിച്ചത്. ഇവള് പാമ്പിന് കൊടുത്ത ആ സെന്റൻസ് ഉണ്ടല്ലോ, മറുപടി, അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചത്. പറഞ്ഞു ശരിയാണ്. പിന്നെ ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? തിന്നരുതെന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. ഇവിടെ എന്തോ കൂടെ അതിനകത്ത് ചേർത്തു. അപ്പം ഒരു പീസും കൂടെ അധികം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. പുട്ട് പുഴുങ്ങാൻ അറിയാവോ? എങ്ങനെയാ പുട്ട് പുഴുകുന്നത്? തേങ്ങാപ്പീര് ആദ്യം ഇടും, പൊടി വാരിയിടും. ഉണ്ടോ? കൊളസ്ട്രോൾ കൂട്ടാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അതിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ സ്ത്രീകൾക്ക് ഇത് എവിടുന്ന് കിട്ടിയതാ? അവിടുന്ന് കിട്ടിയ ഒരു സംഗതിയാണ്. അപ്പം തിന്നരുത് മാത്രമേ പറഞ്ഞുള്ളൂ. തൊടണ്ടെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല. അപ്പൊ അത് അവളെ കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിശാച് ഇങ്ങോട്ട് വന്നു. എന്താ പറഞ്ഞു?
പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ആ, അപ്പൊ ദൈവത്തെ പോലെ നിങ്ങൾ ഇത് തിന്നാൽ ആയിത്തീരുമെന്ന് അവൻ പറഞ്ഞു. പാമ്പ് പറഞ്ഞു ദൈവം, അതുകൊണ്ടാണ് ദൈവം തിന്നതെന്ന് പറഞ്ഞു. ഉടനെ അവൾ എന്ത് ചെയ്തു? ആ ആ കാമി ഒന്ന് കണ്ട് കൊടുത്തു. അപ്പൊ അവിടെ എന്തുവാ? അത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ എന്ന് കണ്ട് അവൾ പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. കിട്ടിയോ? ഇവിടെ തൊട്ട് നോക്കിക്കേ, ഇവിടെ തൊട്ടൊക്കെ ഉണ്ടോ സാധനം? ഇവിടെ ഇരിക്കുക. ഇവിടെ ആയപ്പോഴാ ഈ അച്ഛൻ അറിഞ്ഞത്, അയ്യോ ഇത് ദൈവം ഒരൊറ്റ പിടിയൊക്കെ പിടിച്ചു. എവിടെയാണ് ഇരിപ്പുണ്ടോ? പിടിച്ചു നോക്കി, ഇവിടെ ഉണ്ടോ നോക്കി. തൈറോയിഡേ കാണത്തുള്ളൂ, ഇത് കാണത്തില്ല. പഴമൊന്നും ഇറങ്ങിപ്പോയി, പക്ഷെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റ വാക്കി ഞാൻ പറയാൻ, ഇനി ചോദ്യം വരരുത്. 2 വൃക്ഷത്തിന്റെ ഫലമാണ് ഇന്ന്. ഒന്ന് ജീവവൃക്ഷത്തിന്റെ ഫലവും അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലവും. ദൈവം കൊടുക്കാൻ വെച്ചിരുന്ന ഓർഡർ എങ്ങനെയാണെന്നറിയാമോ? ആദ്യം ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കുക, പിന്നെ അറിവിന്റെ വൃക്ഷത്തിന്റെ. പക്ഷെ പിശാച് വന്ന് ഈ ഓർഡർ ഒന്ന് തിരിച്ചു. എങ്ങനെയാ? ആദ്യം അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കൊടുത്തു, മറ്റേത് കഴിക്കാൻ പറ്റിയോ? ഈ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ പുറത്തായ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി വെച്ചു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവ് കിട്ടിയോണ്ട് യാതൊരു കാര്യമില്ല. എൻ്റെ അച്ഛൻ ഈ സിഗരറ്റ് വലിക്കുന്നവരാരും ഇവിടെ കാണത്തില്ലെന്ന് എനിക്കറിയാം. ആ കവറിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന്. ഇത് അറിവാണോ? അറിവാണോ? ഓക്കെ, അല്ലയോ? ഇതൊരു അറിവാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, മദ്യപാനി നീ ദൈവരാജ്യം. അറിവുണ്ടോ? ഉണ്ട്. ഇപ്പൊ നിങ്ങളാരും പുകവലിക്കുന്നവരും മദ്യപിക്കുന്നവരുമല്ല. ഇത് പോക്കറ്റ് ഈ കവർ ഇട്ടിട്ട് പുകവലിക്കുന്ന എത്ര പേരുണ്ട്? മദ്യപാനി നീ ദൈവരാജ്യം അവകാശമാക്കിയില്ല, നമുക്കെല്ലാം അറിയാം. മദ്യപിക്കുന്ന എത്ര പേരുണ്ട്? അറിവുണ്ട്, പക്ഷേ വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കുടിക്കാതിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അറിവ് ഇട്ടിട്ട് കാര്യം വല്ലതും ഉണ്ടോ വെച്ചാൽ? അതുകൊണ്ടാണ് ദൈവം അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കൊടുത്തു കഴിഞ്ഞാൽ, നന്മയും തിന്മയും നിനക്ക് തിരിച്ചറിഞ്ഞാൽ തിന്മയെ ബ്ലോക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ശക്തി വേണം. ആ ശക്തിയാണ് ഏത് വൃക്ഷത്തിലുള്ളത്? ജീവവൃക്ഷത്തിന്റെ ഫലത്തില്. അപ്പൊ ആദ്യം നീ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് ശക്തി പ്രാപിച്ചിട്ട് അറിവ് മുമ്പിൽ വരുമ്പോ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിന്മയെ നിനക്ക് ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ഈ ഓർഡറാണ് പിശാച് വന്ന്. ബാക്കി ഇനി നമുക്ക് റൂമിൽ സംശയങ്ങൾ ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ സമയം ഒരുപാട് പോകും. ഓക്കെ, അപ്പം ഈ അവിടെ എന്താ? കാണുവാൻ നല്ലതും പറഞ്ഞോ ഭംഗിയുള്ളതും. ആദ്യത്തെ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ ഇല്ലയോ? അയ്യോ മരിച്ചോ? നിങ്ങളെന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായമാണോ? നോക്കിക്കേ, 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. കണ്ടോ? അപ്പം പിന്നെ അങ്ങനെ മരിച്ചെന്ന്. മരിച്ചോ ഇല്ലയോ ഞാൻ ചോദിച്ചത്. മരിച്ചോ ഇല്ലയോ? മരിച്ചില്ലയോ? ഇവിടെ ദൈവം പറഞ്ഞേ തിന്നുന്ന നാളിൽ നീ. ദൈവം വാക്ക് പറഞ്ഞ വാക്ക് മാറാത്തവനാ. മരിച്ചോ ഇല്ലയോ? അത് ഉത്തരം തന്നാ മതി. മരിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ കാണാം 930 വർഷം. അപ്പൊ ആരാ മരിച്ചത്? ആരാ മരിച്ചത്? ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം പറ. ആത്മാവിനൊന്നും മരിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ആരാണ് മരിച്ചതെന്ന് അവിടെ കാണാൻ പറ്റും. 18-20.
20-ാം വാക്യം, 18-20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആളിൽ നീ മരിക്കും. മരിച്ചോ? ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ അങ്ങോട്ട് അടുത്ത ചോദ്യം തരാം. മരിച്ചോ ഇല്ലയോ? മരിച്ചു. ആര് മരിച്ചു? ആര് മരിച്ചു? ദേഹി മരിച്ചു. ആത്മാവ് മരിച്ചെന്നൊന്നും പറയല്ലേ, ആത്മാവിനൊന്നും മരിക്കാൻ പറ്റത്തില്ല. ആര് മരിച്ചു? ദേഹി മരിച്ചു. അപ്പൊ നമ്മുടെ ശരീരത്തിന് 3 പാർട്ടാ ഉള്ളത്, അറിയാമോ? എന്തൊക്കെയാ? ബോഡി, ദേഹം, ദേഹി, ആത്മാവ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ബോഡി, സോള്, സ്പിരിറ്റ്. അപ്പൊ ബോഡി മരിച്ചു ആദാമിന്റെ? ഇല്ല. ആരാ മരിച്ചത്? സോള് മരിച്ചു. മരിച്ച് അങ്ങോട്ട് പോയി? പാതാളത്തിലേക്ക് പോയി. അപ്പം പരാജയപ്പെട്ട 3 പേപ്പർ ഏതാണെന്ന് മനസ്സിലായോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. 3 വിമാന റാഞ്ചികളാണ്. പ്ലെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി ഏതൻ തോട്ടത്തിൽ നിന്ന്. ജഡമോഹം ജാൻസിംഗ്, കൺമോഹം കൺസിംഗ്, പ്രതാപ് സിംഗ്. ആരൊക്കെയാ? ജാൻസിംഗ്, കൺസിംഗ്, പ്രതാപ് സിംഗ്. മറന്നുപോകും ഇവരാരാ? വിമാന റാഞ്ചികൾ. ഏതൻ തോട്ടത്തിൽ നിന്നും ആദാമിന്റെ ഹവ്വായുടെയും സോളിനെ റാഞ്ചിക്കൊണ്ട് എങ്ങോട്ട് പോയി? പാതാളത്തിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഈ പരാജയത്തെയാണ് ഈ 40-ാം വെള്ളിയാഴ്ച യേശു ക്രിസ്തു വിജയിച്ചത്. എന്തുവായിരുന്നു ഫസ്റ്റ് പേപ്പർ കർത്താവിന്റെ? പറഞ്ഞു. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് വിശന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് പിശാച് വന്ന് ഈ കല്ലിനെ അപ്പമാക്കാൻ. അപ്പമാക്കിയോ? ആക്കിയോ? എന്താ മറുപടി കൊടുത്തത്? വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ഫസ്റ്റ് പേപ്പർ കർത്താവ് പാസ്സായി. ദെൻ സെക്കൻഡ് പേപ്പർ എന്താ നോക്കിക്കേ. 4-5 തൊട്ട് 8 വരെ മേലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തേക്ക് അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെ അതിന്റെ മഹത്വം നിനക്ക് തരാം, അത് എന്റെ കയ്യിലിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവരെ ഞാൻ അത് കൊടുക്കും, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് പറഞ്ഞു. ഈ അമേരിക്കയിൽ ഒരുപാട് സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടക്കുമല്ലേ. നമ്മളോടൊന്ന് പറയാ, പി കെ തോമസ് അച്ഛാ ഒന്ന് കുമ്പിടാൻ പറഞ്ഞ അച്ഛൻ എന്ത് ചെയ്യും? 1 അല്ല 10 കുമ്പ് വേണമെങ്കിലും ഇടും. മുകളിൽ കയറ്റി നിർത്തിയിട്ടാ പിശാച് കാണിച്ചാൽ ഇത് മുഴുവനും ഞാൻ ഇത് എൻ്റെ കയ്യിലായിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ളവന് കൊടുക്കും, ആർക്കും ചോദിക്കാനും പറയാൻ ആവശ്യമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, നീ എന്നെ ഒന്ന് കുമ്പിടണം. മോഹം, കൺമോഹം എന്ന് മറുപടി കൊടുത്തു. രണ്ടാമത്തെ പേപ്പർ പാസ്സായി. ഏതോട്ടത്തിൽ പരാജയപ്പെട്ട 2 പേപ്പറാണ് ഇവിടെ പാസ്സായത്. ദെൻ തേർഡ് വൺ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ എത്ര 9 ജീവനത്തിന്റെ പ്രതാപം അല്ലേ? ഒരു മജീഷ്യൻ അല്ലേ? താഴേക്ക് ചാടുന്ന സമയത്ത് ദൂതന്മാരുടെ കയ്യിൽ ഇങ്ങോട്ട് സുരക്ഷിതമായിട്ടിരുന്നു കഴിഞ്ഞാൽ എന്താ മറുപടി കൊടുത്തു? അരുളി ചെയ്തു, പിശാച് സകല പരീക്ഷയും വിട്ടതിന് ശേഷം കുറെ കാലത്തേക്ക് കേട്ടോ. അപ്പൊ ഇത് ഒഴിയാൻ ഉപാധിയായ സാധനം. വളരെ വിജിലന്റ് ആയിട്ട് പോയില്ലെന്നുണ്ടെ പോക്കാം. അതുകൊണ്ടാ പറഞ്ഞു, വിളിക്കപ്പെട്ടവരോ അനേക, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. രക്ഷയില്ലല്ലേ മോളെ? വെറുതെ ഈ പണിക്ക് പോകേണ്ട കാര്യമില്ല. ഏതായാലും രക്ഷപ്പെടുന്ന കോളില്ല. കാരണം പിന്നെ അങ്ങനെ അടിച്ചുപൊളി ജീവിച്ചെങ്കിലും ഒക്കെ നമുക്കങ്ങ് പോകാം അല്ലേ സിസ്റ്റർ? അപ്പൊ ജയം വേണം. ഈ ബോധ്യത്തോടു കൂടിയാണ് വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചത്.
ആഴമായിട്ടൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പരാജയപ്പെട്ട 3 പേപ്പർ യേശു ജയിച്ച് ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി ജയിച്ചു. ഇനി അത് നമുക്കറിയാമല്ലോ. ഇപ്പൊ അച്ഛൻ്റെ പേരെന്താ? പേര് കോര. എവിടെയാ സ്ഥലം? കോട്ടയം. ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 1 ഏക്കർ സ്ഥലം മേടിച്ചു. ദൈവമേ, ഞാനൊന്നും ഇടയാക്കല്ലേ. 1 ഏക്കർ സ്ഥലം ഞാൻ മേടിച്ചു. നല്ല റബ്ബർ എസ്റ്റേറ്റ് ആണെന്ന് സങ്കല്പിച്ചു. പ്രമാണമൊക്കെ എഴുതി. പിറ്റേ ആഴ്ച ഞാൻ അങ്ങോട്ട് പാലെടുക്കാൻ ചെന്നാൽ നടക്കൂ. ഇങ്ങനെ ആട്ടുന്നു. പറ, നടക്കൂ? അച്ഛൻ്റെ 1 ഏക്കർ സ്ഥലം ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങി, പ്രമാണമൊക്കെ എഴുതി, എൻ്റെ പേര് എഴുതി. പിറ്റേ ആഴ്ച ചെന്നാൽ പാലെടുക്കാൻ പറ്റുമോ? പറ. പ്രമാണം എഴുതി കഴിഞ്ഞാൽ പാലൊക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ലയോ? വീട്ടിൽ പോയി അച്ഛനോട് ചോദിക്കണം എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. പറ്റുമോ അച്ഛാ? പറ്റത്തില്ല അമ്മാമേ. പ്രമാണം എഴുതിയ അങ്ങനെ എഴുതി ഇരിക്കണോ? അയ്യോ, പോയി എത്രയും പെട്ടെന്ന് വേറൊരു കാര്യം കൂടെ ചെയ്യണില്ല. പോക്കാകിയാലും ഒന്നും കാണത്തില്ല അവിടെ. കേട്ടോ, പറ, ഒരു കാര്യം കൂടെ ചെയ്യണം. എന്റെ പേരിൽ അത് എഴുതി ചേർക്കണം. ആണോ അച്ഛാ? എന്നെങ്കിലേ പാലെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കാൽവറിയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഈ പ്രമാണം എഴുത്തേ കഴിഞ്ഞുള്ളൂ. ദുഃഖ വെള്ളിയാഴ്ച കുമ്പിടാൻ വരുമല്ലോ, അവിടെ പ്രമാണം ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ എഴുതി ചേർക്കണം. പോക്കുവരവ് ചെയ്യണം നമ്മുടെ പേരിൽ. അത് ഇത്രയും നാളായിട്ട് ഈ കുരിശ് കുമ്പിടാൻ ദുഃഖ വെള്ളിയാഴ്ച വന്നിട്ട് ഈ സാധനം വല്ലതും കണ്ടോ? അവിടെ ഇരിക്കുന്ന പ്രമാണം വല്ലതും അതുപോലെ എടുത്തോണ്ടാണോ പോകുന്നത്? ഈ വലിയ വെള്ളിയാഴ്ച എടുത്തോണ്ട് പോകാൻ പറ്റുമോ സിസ്റ്റർ? നമ്മളിന്നെല്ലാം ഒരു ചടങ്ങ് പോലെ, ഒരു നേർച്ച പോലെ ഇങ്ങനെ കഴിച്ച് പോവുക. ഇതിൻ്റെയൊക്കെ അർത്ഥവും ഇതിൻ്റെയൊക്കെ ആഴവും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഒന്ന് സ്വന്തമാക്കി എടുക്കുവാനായിട്ട് നമുക്ക് എന്താ അമ്മച്ചി സമയം എന്തായി? കറക്റ്റ് പറഞ്ഞു. അല്ല, എൻ്റെ വാച്ച് ഇന്ത്യൻ ടൈം, അതുകൊണ്ടാണ്. എന്തായി കറക്റ്റ്? 12:12 നമുക്ക് നിർത്താം. 10 മിനിറ്റ് സമയം കൂടെ ഉള്ളൂ. ഞാൻ പോസിറ്റീവായിട്ടാണ് പറയാം, കാരണം എൻ്റെ മാറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് 12:30 നിർത്താം. ഓക്കെ. അപ്പം 3 പേപ്പർ ഉണ്ടെന്നുള്ള കാര്യം 1 ജോൺ നമുക്ക് വീണ്ടും ഇനി ബാക്കിലോട്ട് വരാം. 2-ാം അധ്യായം 15-16 വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പിതാവിന്റെ സ്നേഹമുള്ള എത്ര പേരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്? ദുഃഖ വെള്ളിയാഴ്ച പോലും ബ്യൂട്ടീഷ്യനെ വരുത്തി ഫേഷ്യൽ ചെയ്തിട്ട് പള്ളിയിൽ പോയ ഒരു അമ്മച്ചി എനിക്കറിയാം കേട്ടോ. അമേരിക്കയിലല്ല, പണ്ട് അമേരിക്കയിലായിരുന്നു, ഇപ്പം നാട്ടിലാണ്. ദുഃഖ വെള്ളിയാഴ്ച പോലും ബ്യൂട്ടീഷ്യനെ വീട്ടിൽ വരുത്തി ഫേഷ്യൽ ചെയ്തതിന് ശേഷം പള്ളിയിൽ പോകുന്ന ഒരു അമ്മച്ചി എനിക്കറിയാം. എന്തോ വായിച്ച്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ലാതെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല. അത്രയും. അപ്പൊ നമുക്കിന്ന് വേണ്ടുന്ന ഏതൊക്കെയാണ്? ഈ 3 കൂട്ടം കാര്യങ്ങളല്ലേ? ആണോ? അപ്പൊ ഇത് പിതാവിന്റെ സാധനമാണോ? പിതാവ് തരുന്ന സാധനമാണോ? പിതാവിൻ്റെ ഉള്ള സാധനമല്ല, ഇത് ആരുടെയിലുള്ള സാധനമാണ്? മറ്റവൻ്റെ ഉള്ള സാധനമാണ്. അവൻ്റെ ഇരിക്കുന്ന തൊണ്ടി സാധനം പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പള്ളി വരുന്നതും പോകുന്നതും വരുന്നതും എല്ലാം. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പൊ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പിന്നെ എന്ത് വേണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 and 2. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ
അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ. അപ്പൊ നമ്മുടെ അന്വേഷണവും ചിന്തയച്ച ഇന്ന് എവിടെ കിടന്ന് കറങ്ങുമോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? എന്താ വായിച്ചത്? 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ചിന്തിപ്പീൻ. അപ്പൊ അത് അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും കഴിയാത്തതിന്റെ കാരണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്തോ ചെയ്തിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈസ്റ്ററൊക്കെ നമ്മൾ എന്നും കൊണ്ടാടുന്നുണ്ട്. അയ്യോ നോക്കുക, ഈസ്റ്റർ അങ്ങോട്ടാകാൻ വേണ്ടിയിട്ട് ആടിനെ കൊല്ലുന്നു, താറാവിനെ കൊല്ലുന്നു, എന്ത് വേണ്ട, അയ്യോ. പക്ഷെ നമ്മളിപ്പോഴും എന്ത് ചെയ്ത് കിടക്കുക? മരിച്ചു കിടക്കുകയാണ്. ഇവിടെയാ ഇന്നത്തെ ഈ ലാസറിന്റെ ശനിയുടെ പ്രത്യേകത. എന്തോ ലാസറിന്റെ ശനി? ലാസർ മരിച്ചു കിടന്ന് ലാസറിനെ ഉയർപ്പിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടാകണം. അതിനാ ഈ ശനിയാഴ്ച നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വന്നവർക്ക് എല്ലാവരും ഉയർപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഉയർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ ലാസറിന്റെ കാര്യമാണല്ലോ 11 പറയുന്നത്. 12 എന്താ പറയുന്നത് നോക്കിക്കേ. അതായത് ഇന്ന് ഈ ദേവാലയത്തിൽ ആര് വന്നിട്ടുണ്ടായിരുന്നു? യേശു വന്നിട്ടുണ്ട്. കണ്ടോ? ത്രോമസിൽ ഇരിപ്പുണ്ടായിരുന്നു യേശു. എന്നിട്ട് നാളെയും വരും കേട്ടോ. ഈ യേശു ഇവിടെ വരും. അവിടെ നമ്മളൊരു അത്താഴം ഒരുക്കുന്നുണ്ട്. അതാണ് ത്രോണോസിലിരിക്കുന്ന അപ്പവീഞ്ഞുകൾ. അപ്പം ഉയർത്തെഴുന്നേറ്റ ലാസർ ഓശാന ഞായറാഴ്ച എവിടെ ഇരുന്നു? പന്തിയിലിരുന്നു. നാളെ പന്തിയിലിരിക്കാനായിട്ട് നമ്മുടെ മരിച്ച ഉയർത്തെഴുന്നേറ്റ വശങ്ങൾ വല്ലതും കാണും. ഇന്ന് കുഴക്കട്ട കഴിച്ചോ? എങ്ങനെ ഈ കുഴക്കട്ട കൊണ്ടുവന്നേ? അച്ഛൻ പറഞ്ഞു കുഴക്കട്ട കൊണ്ടുവരാം. അച്ഛൻ കണ്ടി ചാടാൻ പറഞ്ഞു, ഉടനെ കണ്ടി ചാടും. എന്തിനാ കുഴക്കട്ട കൊണ്ടുവന്ന്? ഞാനിത് കഴിഞ്ഞ വർഷമാണ് പഠിച്ചത് കേട്ടോ. എൻ്റെ കുണ്ട്ര എൻ്റെ മാതൃ ഇടവകയിൽ ഇപ്പൊ ഒരു പുതിയ അച്ഛനാ വന്നത് കഴിഞ്ഞ വർഷം മുതൽ. അപ്പൊ ഞാനിരിക്കുന്ന നേരത്തെ പള്ളിയിൽ ഈ ദുഃഖശനിയാഴ്ച കുർബാനയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പള്ളിയിൽ പോയി സംബന്ധിച്ചു. അപ്പൊ കൈമുത്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കുഴക്കട്ട കൊടുക്കുന്നു. ഇത് കൊള്ളാമല്ലോ, ആദ്യത്തെ സംഭവമാണല്ലോ ഈ കുഴക്കട്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്തുവാ ഈ കുഴക്കട്ട? അപ്പോഴാ എനിക്കിതിൻ്റെ വേദശാസ്ത്രം, നമ്മളുണ്ടാക്കിയ വേദശാസ്ത്രം, പക്ഷെ എനിക്കത് വളരെ കറക്റ്റായിട്ട് തോന്നി. കുഴക്കട്ട അല്ലേ? ഒന്നുകിൽ ഗോതമ്പ് മാവ് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. കുഴക്കട്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് വെക്കും? ശർക്കരയോ പഞ്ചസാരയും തേങ്ങ ചേർത്ത് നമ്മൾ വെക്കും. എന്നിട്ട് ഇത് പുഴുങ്ങും അല്ലേ? അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അത് ഭക്ഷിക്കും. ഒന്ന് കടിച്ചു നോക്കിക്കേ, എന്തായാലും രുചിയായിരുന്നു ഇന്നത്തെ. ആരാ ഉണ്ടാക്കിയിട്ട് വന്നത്? കൊച്ചമ്മയോ? കൊച്ചമ്മ നല്ല കൈപ്പുണ്യമുണ്ട് കേട്ടോ. അടുത്ത വർഷം കൂടെ ഇതൊന്ന് കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പാഴ്സലായിട്ടെങ്കിലും അയച്ചു തരണം. നല്ല രുചിയുള്ള ആ ഒരു അതായത് ആ മാവെന്ന് പറയുന്നത് ലാസർ ഇരുന്ന കല്ലറയാണ്. ആ കല്ലറയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ലാസർ ഉയർപ്പ്, അത് രുചിയുടെ ഒരു അനുഭവമാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഞാൻ പത്തനംതിട്ട ഒരു മാക്കുറിയാക്കോസ് ആശ്രമമുണ്ട്. അവിടെ പോളറമ്പാച്ചൻ്റെ കൂടെ കുറച്ച് നാൾ എനിക്ക് നിൽക്കാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അവിടെ ഒരു പുതുപ്പാടിയിലുള്ള ഒരു സിസ്റ്റർ വന്ന് അടുത്ത് ഇങ്ങനെ ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് അടുത്തൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം 100 പേര് കാണും ഈ ധ്യാനത്തിനും കൗൺസിലിങ്ങിനും ഒക്കെ. അപ്പം സിസ്റ്റർ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും. ഒരു പ്രാവശ്യം സിസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കുഴക്കട്ടയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എൻ്റെ കൊച്ചമ്മേ ഈ കുഴക്കട്ട. അത് കണ്ട ഉടനെ അപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ പറഞ്ഞു എന്തോ എന്ന് പറഞ്ഞു കുഴക്കട്ടയാന്ന് പറഞ്ഞു.
അപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് കറമ്പാച്ചനും ഞങ്ങളെല്ലാവരും കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥന ഇരിക്കുമ്പോഴെല്ലാം വായിക്കൂടെ വെള്ളം ഊറുവാ, കുഴക്കട്ട. സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കറമ്പാച്ചൻ്റെ മുറിയിലോട്ട് സിസ്റ്റർ കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്ന് കറമ്പാച്ചൻ എടുത്ത് ഞങ്ങൾക്ക് തന്ന ആദ്യം എടുത്തു. ഞാൻ ഒറ്റ കടി കഴിച്ചു, ഒറ്റ തുപ്പും തുപ്പി. ചൂടൊന്നും അല്ലമ്മ ആരാ കൈയൊന്ന് പൊക്കിക്കേ. എന്താ സിസ്റ്റർ ചെയ്ത് പറയാറിയോ? ഞങ്ങളുടെ ആരോഗ്യം കിട്ടാൻ വേണ്ടി ചെയ്ത വഴിയും പാവയ്ക്ക മെഴുകു വരട്ടിയിട്ട് ഇതിനകത്ത് ഈ സാധനം വെച്ച് പുഴുകിക്കൊണ്ട് തന്നു. അച്ഛനും കറമ്പാച്ചനും ഒക്കെ ക്ഷീണിച്ചിരിക്കുമല്ലേ, ഇച്ചിരി ഇരുമ്പിന്റെ അംശം കിട്ടട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. സിസ്റ്റർ എങ്ങനെ ഈ പണി കാണിച്ചു കളയല്ലേ കേട്ടോ. അപ്പം കുഴക്കട്ടയ്ക്കകത്ത് 2 റിസൾട്ട് ഉണ്ട്. ഒന്ന് കയ്പിന്റെ റിസൾട്ടും ഉണ്ട്, മധുരത്തിന്റെ റിസൾട്ടും ഉണ്ട്. ഇതാ അറിയത്തില്ല അമ്മ, പാവയ്ക്കാൻ മെഴുകി വരണ്ടോ അമ്മ. എന്നിട്ട് തേങ്ങാപ്പീരയും പഞ്ചസാരയ്ക്കും വരെ ഇത് അകത്ത് വെച്ചിട്ട് അച്ചായനും ഉണ്ടോ വൈകിട്ടൊന്നും കൊടുക്കണം കേട്ടോ, അടിവെല്ലാം ഉണ്ടാകുവാണ് എന്നെ ഒന്നും. അപ്പൊ കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഈ 2 ടൈപ്പ് കുഴക്കട്ടകൾ ഉണ്ടാകും. ഉയർത്തെഴുന്നേൽക്കുമ്പോ ഒന്ന് കയ്പിന്റെ അവസ്ഥ, മറ്റൊന്ന് മധുരത്തിന്റെ അവസ്ഥ. ഇതിലേതവസ്ഥയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? മധുരത്തിൻ്റെതാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി മുട്ടിപ്പായിട്ട് പരിശ്രമിക്കണം. അല്ലാതെ കിട്ടുന്നൊരു സാധനമല്ല ഇത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ ഓശാന പെരുന്നാളിൽ സംബന്ധിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മരിച്ചു കിടക്കുന്ന നമ്മുടെ ഒരു വശമുണ്ട്, ഇല്ലേ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ലോകത്തിന് ജീവൻ മൊത്തം പോയി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക, അന്നേരം കൊണ്ട് കല്ലറെ മെഴുകി കത്തിച്ച് വെക്കാനിരിക്കുക. അവിടെ ഒന്നും കത്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മെഴുകി കത്തിച്ച് പോയി, മരിച്ച് പാതാളത്തിൽ കിടക്കുന്ന അവിടെ ഒരു മെഴുകി കത്തിച്ച് പോയി. ഇന്ന് ലാസറിന്റെ കല്ലറയിലേക്ക് മാർത്തയും മറിയയും യേശുവും പോയതുപോലെ നമുക്കിന്ന് യേശുവിനെ കൂട്ടിക്കൊണ്ടൊന്ന് പോകാം. തീർച്ചയായിട്ടും ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കണ്ണുനീര് വാർത്ത യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് മറ്റൊരു പരിപാടി ജോലികളൊന്നും ഇല്ലെങ്കിൽ ശാന്തമായിട്ട് നിങ്ങളുടെ മുറിക്കകത്ത് കയറിയിരുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം. റിട്രീറ്റ് എന്ന് പറയുന്ന അതാണ്, ഒരു തിരിഞ്ഞുനോട്ടമാണ്. കർത്താവ് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ അവസ്ഥയിലൂടെ എൻ്റെ മരിച്ച ദേഹിയുടെ വശം എത്ര ശതമാനം പാതാളത്തിൽ കിടക്കുന്നു, അതിനെ ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ നാളെ ഓശാനയ്ക്ക് ഈ പന്തിയിൽ, ഓശാന വലിയൊരു വിരുന്നാണ്, ആ വിരുന്നിലിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കാം. 71 സങ്കീർത്തനം 23 വാക്യം. 71 സങ്കീർത്തനം 23 വാക്യം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച. അപ്പൊ നാളെ നമ്മൾ എന്തിനാ ഓശാനയ്ക്ക് വരുന്നത്? ദൈവത്തിന് എന്തോ പാടാന്? നമ്മുടെ കുറെ പൂ അറിയുക, ഗുരുത്തോല, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യം. നമ്മൾ നാളെ യേശുവിന് ഓശാന സ്തുതി പാടാനായിട്ട് വരികയാണ്. ഇവിടെ വായിച്ചതിന് ശ്രദ്ധയോടെ കേട്ടെ. ഞാൻ നിനക്ക് നാളെ സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. അപ്പോൾ പ്രാണന്റെ വീണ്ടെടുപ്പ് ഇന്ന് നടന്നോ? ഇതിനാണ് ഈ ശനിയാഴ്ച വെച്ചിരിക്കുന്നത്. ഒരു വേദഭാഗമുണ്ടെന്ന് വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ടോ മരണത്തെ. സാധാരണ പ്രസവം നടക്കുന്ന ഒരു മുറിയുണ്ടല്ലോ, ആ മുറിക്ക് പറയുന്ന പേര് പ്രസവ മുറി അല്ലെങ്കിൽ ലേബർ റൂം. ഇതെവിടെയാ ഉള്ളത് ഈ ലേബർ റൂം?
വീടുകളിലുമുണ്ട്, ആശുപത്രിയിലുമുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വീടുകളിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ? ഏത് വീട്ടില? പഴയ കാലത്ത് ആ കാലമൊക്കെ കളാമ്മ, അതൊക്കെ പോയില്ലേ? ഇനിയും പറ, ഈ ആധുനിക ലോകത്തിൽ പറ, ഈ ലേബർ റൂം എവിടെ ഉണ്ട്? പറ, എവിടെ ഉണ്ട്? എന്താ ലേബർ റൂം എവിടെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചേ. ഹോസ്പിറ്റലിൽ മാത്രമേ ലേബർ റൂം ഉള്ളൂ. എന്നാലേ ഇവിടെ ഇരിക്കുന്ന ഈ അച്ചായന്മാരുടെയും അമ്മാമ്മമാരുടെയും ഈ അച്ഛൻ്റെയൊക്കെ ഉള്ളിലൊരു ലേബർ റൂം ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തരട്ടെ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ഉറക്കെ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ. മോഹം എവിടെയാ ഗർഭം ധരിക്കുന്നത്? എവിടെ? സജീവച്ചന്റെ കൊച്ചമ്മയുടെ വീട്ടിലാണ്. എവിടെ മോഹം ഗർഭം ധരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാ മോഹം ഗർഭം ധരിക്കുന്നത്. ഈ മോഹം ഗർഭം ധരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. പ്രസവമുറിയുടെ പേരെന്താ സിസ്റ്റർ? പ്രസവമുറിയുടെ പേര് ലേബർ റൂം. ഉണ്ടോ? പറ, ഉണ്ടോ? ഉണ്ടോ? നമ്മൾ ഇത്ര നാൾ ഇവരാ പ്രസവിക്കുന്നതെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. അടുത്ത ജന്മത്തിൽ മിക്കവാറും ഇവര് തിരിച്ചടിക്കും കേട്ടോ. ലേബർ റൂം ഉണ്ടോ? മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട് മരണത്തെ. നമ്മുടെ ഉള്ളിലെ ഈ ലേബർ റൂമിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന് പറയുന്ന പേരെന്താ? ചാപ്പിള്ളി. വൈകുന്നേരം വരെ വേദം ഓതിയിട്ട് അവസാനം എന്തോ ആയെന്ന് വെച്ചപ്പോ വാരല്ലാത്ത എല്ലാം വാരത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ. നമ്മുടെ ഈ ലേബർ റൂമിൽ നമ്മൾ പ്രസവിച്ച് മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ പേരെന്താ? പാപം. മരണം. ആ കുഞ്ഞിന്റെ പേര് പറ. ഉറക്കെ ഒന്ന് എഴുന്നേറ്റ് മോളെ, എഴുന്നേറ്റ്. ശ്രദ്ധ പേര് ഒന്ന് എഴുന്നേറ്റ്. ധൈര്യമായിട്ട് എഴുന്നേറ്റ്. ഒന്നും പറയാം, ഒന്ന് എഴുന്നേക്കാനേ ഞാൻ പറഞ്ഞോളൂ. എന്താ പേര്? നാട്ടിലെവിടെയാ സ്ഥലം? ഉത്തരവാണ്. നല്ല സ്ഥലമാണ്. മോൾ ആദ്യം പറഞ്ഞ ഉത്തരവാണ് ശരി. ഒന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ പേരെന്താ? സോൾ അല്ലേ? എത്ര നേരം പഠിപ്പിച്ച്. പാപം ചെയ്യുന്ന ആര് മരിക്കും? ദേഹി മരിക്കും. നമ്മുടെ ഉള്ളിൽ എത്ര പാർട്ടുണ്ട്? 3. ഏതൊക്കെയാ? ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ പാപം ചെയ്യുമ്പോൾ ആര് മരിക്കും? അപ്പൊ നമ്മുടെ ലേബർ റൂമിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ പേരെന്താണ്? പറ. വല്ലതും മരിച്ച കുഞ്ഞുങ്ങളെല്ലാം കിടപ്പുണ്ടോ? ഉണ്ടോ? കുമ്പസാരിച്ചോ ഈ വർഷം? നല്ലൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. 40-ാം വെള്ളിയാഴ്ച അമ്മമാരുടെ ഇടിയാ കുമ്പസാരിക്കാനായിട്ട്. അച്ഛന്മാരുടെ നടു ഒടിയുന്ന ദിവസം. ഇവിടെ ഞാൻ ബുധനാഴ്ച തൊട്ടുണ്ട്. ഏതായാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമുക്കൊന്നും ഒരു കുറവില്ല നമ്മുടെയൊക്കെ വിചാരം. ഒരിക്കലും എൻ്റെ അടുത്തൊരു അപ്പച്ചൻ കുമ്പസാരിക്കാൻ വന്നു. അന്ന് എന്തിനാ അറിയാം? പൊതുയോഗത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളറിയാമല്ലോ, പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ച എന്തെങ്കിലും പാപങ്ങൾ ഏറ്റു പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഇല്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനി കേൾക്കാഞ്ഞിട്ടാന്ന് വിചാരിച്ചു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, എന്തെങ്കിലും പാപങ്ങൾ ഏറ്റു പറയാനായിട്ടുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഈ ചെവി കുഴപ്പമാണെന്ന് വെച്ചാൽ ചേച്ചിയോട് നടുക്കോട്ട് മാറിയിട്ട് ഈ ചെവി കൂടെ കേൾക്കട്ടെ എന്ന് ചോദിച്ചു. ഉറക്കെ ചോദിച്ചു, എന്തെങ്കിലും പാപങ്ങൾ ഏറ്റു പറയാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പച്ചന് ഒന്നുമില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. അതുകൊണ്ടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ. അപ്പൊ ഈ അപ്പച്ചൻ പാവമില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അപ്പച്ചന്റെ അകത്ത്
ഒരെണ്ണം പോലും കേട്ടോ സിസ്റ്റർ. എബ്രായർ 2:1 എന്താ പറഞ്ഞത്? എല്ലാം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിമല തിരുമേനി എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിക്കും, കേട്ടോണ്ടോ? തിരുമേനി എന്താ ഭാവം ചെയ്തിട്ടാ കുമ്പസാരിക്കുന്നു? തിരുമേനി ആ ഒരാഴ്ച മുഴുവനും വായിക്കുന്ന ദൈവവചന പ്രകാരം തന്നെ സ്കാൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് അതെല്ലാം പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു സ്ഥിരം കുമ്പസാരിക്കാനായിട്ട് ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഈ വചനപ്രകാരം ഞാൻ പാപം ചെയ്തു. പ്രിയമുള്ളവരെ, നിസ്സാരമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളിന്ന് ശാന്തമായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങളുടെ ഉള്ളിലെ ലേബർ റൂമിനെ ഒന്ന് കാണും. ആ ലേബർ റൂമിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു കിടപ്പുണ്ടെന്ന് ഇന്ന് നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തി യേശുവിനെ വിളിച്ചാൽ യേശു ഇന്ന് ആ ലേബർ റൂമിൻ്റെ അവിടെ വരും. നിങ്ങൾക്ക് നാളെ അനുഭവം കിട്ടും. നിങ്ങളൊന്ന് ചെയ്യാമെങ്കിൽ ഇന്ന് രാത്രിയിൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന കർത്താവ് നമ്മുടെ ലേബർ റൂമിൻ്റെ മുമ്പിൽ കടന്നു വരും. കടന്നു വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ആ ഇമ്പകരമായ ശബ്ദം നമ്മുടെ മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ആ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റിട്ട് നാളെ ഈ ഓശാന പെരുന്നാളിൽ ഈ പന്തിയിലിരിക്കാനായിട്ട് കടന്നു വരും. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എത്രയോ ഓശാന പെരുന്നാളുകൾ കഴിഞ്ഞു. ഇത്രയും നാളായിട്ടും ലാസറിനെ പോലെ ഒന്ന് ഉയർത്തും. ആ പന്തിയിലൊന്ന് ഇരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ലേബർ റൂമിൽ കിടക്കുകയാണ്. നമുക്ക് തലകളെ ഒന്ന് വണക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ സ്വയപരിശോധനയിൽ തന്ന എല്ലാ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് അവനോടുകൂടെ സിംഹാസനത്തിലിരുന്ന പോലെ തന്നെ എന്ന് ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ ദൈവമേ. ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പരീക്ഷ പാസ്സാകണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. എന്നാൽ നീ ഞങ്ങളെ പഠിപ്പിച്ചു, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങൾ ഈ പരീക്ഷാ ഹാളിൽ കയറിയാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ദൈവമേ. അതുകൊണ്ട് നീ ഇത് മുന്നമേ മനസ്സിലാക്കി ഞങ്ങളെ ജയിപ്പിക്കാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് വേണ്ടി ജയിച്ച ജയം ഈ കാൽവറിയിലെ കുരിശിൻ്റെ ചുവട്ടിൽ പ്രമാണം എഴുതി നീ ഞങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ ദൈവമേ. ആ പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതി ചേർക്കുവാൻ, ഞങ്ങളുടെ പേരിൽ കൂട്ടുവാൻ ഇന്നുള്ള 10 ദിവസം, ഈ വലിയ വെള്ളിയാഴ്ച വരെയുള്ള ദിവസം ദൈവമേ, അതിനുവേണ്ടി ഞങ്ങളെ ഒന്ന് ഒരുക്കുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആദ്യ മാതാപിതാക്കൾ പരാജയപ്പെട്ട ആ 3 പേപ്പർ ദൈവമേ നീ ജയിച്ചല്ലോ. എന്നാൽ ഞങ്ങൾ ഇന്നും ആ പേപ്പറിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ദൈവമേ. ദൈവമേ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ അന്വേഷിക്കണമെന്ന് പൗലോസ്ലീഹായുടെ വചനം ഞങ്ങൾക്ക് ഇന്ന് കഴിയുന്നില്ല. കാരണം ഞങ്ങളുടെ ദേഹിയാകുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ലേബർ റൂമിൽ ഇന്ന് മരിച്ചു കിടക്കുന്ന നിലവിളിക്കുകയാണല്ലോ ദൈവമേ. കർത്താവെ, നീ പുനരുദ്ധാനവും ജീവനുമാണെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളൊക്കെ ബലഹീനരാ ദൈവമേ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. തമ്പുരാനെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ കുറവ് മൂലം ഞങ്ങൾ മരിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച ഈ ദിവസം ദൈവമേ അവിടുന്ന് ഉയർപ്പിച്ച് നാളത്തെ ഓശാന പെരുന്നാളിൽ കർത്താവെ നിന്നോടൊപ്പം പന്തിയിലിരുന്നുകൊണ്ട് അന്ന് കുഞ്ഞുങ്ങൾ ആർത്തു വിളിച്ചതുപോലെ ഞങ്ങളുടെ ഇന്ന് ഉയർക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ശബ്ദമായിരിക്കണം ദൈവമേ നാളെ ഞങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരുവാനായിട്ട്. ആ ഇമ്പകരമായ ശബ്ദം, ആ കുഞ്ഞുങ്ങളുടെ ഇമ്പകരമായ ശബ്ദം ദൈവമേ ഞങ്ങളുടെ നാവിൽ നാളെ നിനക്ക് വേണ്ടി സമർപ്പിക്കും. ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ, കേട്ട വചനങ്ങൾ ഒഴുകി പോകാതെ
നീ 4 വശവും വരമ്പ് കെട്ടി നിർത്തിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് അടുത്ത വർഷത്തെ 40-ാം വെള്ളിയാഴ്ചയെങ്കിലും ഇത് ഫലവത്തായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ നീ ഇടപെടണമേ. അവരുടെ ആവശ്യങ്ങളിൽ നീ മനസ്സരിക്കണമേ. വന്നി അഭിഷിക്തന്മാരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൊച്ചനെ നീ എഴുന്നേൽപ്പിച്ച് ഇന്നിവിടെ കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ ഒരാഴ്ചയിലെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് ദൈവത്തിന് പ്രസാദകരവും മനുഷ്യർക്ക് പ്രയോജനകരമായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അനുഗ്രഹകരമായ ശുശ്രൂഷയിലൂടെ കുടിയിറക്കപ്പെട്ട എല്ലാ തിന്മയുടെ ശക്തികളെയും യേശുവെ കാൽവറിയിലെ കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ അവിടുന്ന് ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കോ പ്രിയപ്പെട്ടവരിലേക്കോ കടന്നു ചെന്ന് അസ്വസ്ഥപ്പെടുത്തുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.